Good afternoon. Good afternoon, everyone. എങ്ങനെ പോകുന്നു പഠനമൊക്കെ? ഫുൾ ഉഷാറല്ലേ? എന്താ അവസ്ഥ? നല്ല ഉഷാറാണ്. പഠനമൊക്കെ നടക്കുന്നുണ്ടോ? ഓഡിബിൾ അല്ലടാ? ഓക്കെ അല്ലേ? കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നുണ്ട്. പഠനത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ മാത്രം അല്ലേ മറുപടി ഇല്ലാത്തുള്ളൂ. എങ്ങനെ പോകുന്നു? ഇന്നലെ മോക്ക് ടെസ്റ്റ് ഇല്ലായിരുന്നടാ? എഴുതിയല്ലായിരുന്നു? ഇന്നലെ മോക്ക് ടെസ്റ്റ് വന്നിരുന്നല്ലോ സൈറ്റില്. എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. എല്ലാരും എഴുതിയോ? എന്താ കുറെ പേര്? അതോ ജസ്റ്റ് ഓൺ ആക്കിയിട്ടിട്ട് പോയോ? ഫുൾ അറ്റൻഡ് ചെയ്തില്ലേ? മോക്ക് ടെസ്റ്റ് ഒന്നും മിസ് ചെയ്യരുത് കേട്ടോ. ഇപ്പോഴും എഴുതാതെ തോന്നുന്നുവല്ലോ. എഴുതാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോഴും അറ്റൻഡ് ചെയ്യാൻ തോന്നുന്നു. എല്ലാരും ചെയ്ത് നോക്കി അല്ലേ? ഓക്കെ, ബാക്കിയുള്ള സബ്ജക്ട്സ് അവിടെ നിൽക്കട്ടെ. നമ്മളെ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ് ഇങ്ങനെ ഉണ്ടായിരുന്നു? അതല്ല, മോക്ക് ടെസ്റ്റ് സൈറ്റിൽ വന്നില്ലേ? ആ, അത് അസസ്മെന്റ് ക്യൂബ്സ് നമ്മളെ ഫോണിലാണെങ്കിൽ ക്യൂബ്സ് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ, നമ്മളെ സിസ്റ്റത്തിലാണെങ്കിൽ സാബ് ടൂൾ എന്ന് പറഞ്ഞിട്ടൊരു ടൂള്, അത് വെച്ചിട്ടൊരു എക്സാം എഴുതാനുണ്ടത്. എഴുതിയോ എല്ലാവരും? അതോ അറിഞ്ഞില്ലേ? എവിടെ ബാക്കിയുള്ളവരൊക്കെ എവിടെ? ഫുഡ് കഴിച്ച് കഴിഞ്ഞില്ല എല്ലാവരും? ഗുഡ് ആഫ്റ്റർനൂൺ. ഇനി ഞാൻ ചോദിച്ചതിന് മറുപടി പറയാ. നിങ്ങൾ ഇന്നലെ എടോ മോക്ക് ടെസ്റ്റ് വന്നില്ലേ സൈറ്റില്? അതോ അത് കണ്ടില്ലായിരുന്നു? ആ, മോക്ക് ടെസ്റ്റ് എഴുതി എല്ലാവരും? എല്ലാവരും അറ്റൻഡ് ചെയ്തോ? ചെയ്തു. അതില് അറ്റൻഡ് ചെയ്തു. അതിലെ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഏതെങ്കിലും ചോദ്യം ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? ഏതെങ്കിലും നമ്മൾ പറയാത്ത ഏരിയ അല്ലെങ്കിൽ മുമ്പത്തെ എന്തെങ്കിലും ഏരിയ എന്തെങ്കിലും കയറി ചോദിച്ചിട്ടുണ്ടോ എന്നറിയാനാ ഞാൻ ചോദിക്കുന്നത്. സർവീസ് ടാക്സോ എക്സൈസോ അങ്ങനെ എന്തെങ്കിലും ചോദ്യങ്ങൾ വന്നിരുന്നോ? ഇല്ലല്ലോ. നോർമൽ GST, ഇൻകം ടാക്സ്. അതിലിപ്പോ എന്താ? ഇൻകം ടാക്സിൽ കുറച്ച് ഡിഡക്ഷൻ, എക്സംഷൻസ്, കുറച്ച് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡേറ്റ്, പിന്നെ ഇപ്പൊ എന്താ ഉള്ളത്? TDSന്റെ കുറച്ച് ഡേറ്റ്സ്, ഇതെല്ലാം ഉള്ളൂ ഇൻകം ടാക്സില്. അതും കഴിഞ്ഞില്ല? ഓക്കെ അല്ല എല്ലാരും? എല്ലാം റെഡി? പിന്നെ ഇപ്പൊ എന്താ, ടാക്സ് ഇൻവോയ്സിന്റെ ഭാഗത്തുനിന്ന് കാര്യമായിട്ട് ചോദ്യമൊന്നും ചോദിക്കാറില്ലെങ്കിലും നമ്മൾ ആ മറ്റേ എത്ര ദിവസത്തിനുള്ളിൽ ഇഷ്യൂ ചെയ്യണം, ആ കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ ഇപ്പൊ ഏതാ അങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ. എടോ, ചോദ്യം ഏതായിരുന്നു എന്ന് ഓർമ്മ ഉണ്ടോ? നിങ്ങൾ പഠിക്കാത്ത ഏതെങ്കിലും ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? ഇനി അങ്ങനെ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ഒന്നും പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഒക്കെ പഠിക്കാത്തതാണ്, അങ്ങനെയാണോ? കൊള്ളാം. നിങ്ങളെ പുസ്തകത്തിൽ കാണാത്ത, പുസ്തകത്തിലില്ലാത്ത ആ ഓക്കെ, ഞാൻ ചോദിക്കുന്നത് എന്താ നോക്ക്. നിങ്ങളിപ്പോ ആ ക്വസ്റ്റ്യൻസ് കണ്ടല്ലോ. എത്ര ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു മോക്കില്? സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ് എത്ര ചോദ്യം ഉണ്ടായിരുന്നു? ചോദ്യത്തിന്റെ എണ്ണം വരെ നോക്കിയിട്ടുണ്ടാവില്ല അല്ലെ?
എടാ എത്ര ചോദ്യം ഉണ്ടായിരുന്നടാ? എല്ലാം മിക്സോ? 2 ടൈമിംഗ് ആണല്ലോ. ഓക്കെ. അതിൽ GST നിങ്ങൾ കാണാത്ത ഏതെങ്കിലും ചോദ്യം വന്നിരുന്നോ? ഏതെങ്കിലും ഏരിയ എന്തെങ്കിലും ചോദ്യം മിസ്സായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറയേണ്ടതുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ കാണാത്ത ഏതെങ്കിലും ചോദ്യം വന്നിട്ടുണ്ടോ? എന്നാ ഇല്ല എന്ന വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, എന്തെങ്കിലും ഇപ്പൊ ടൈപ്പ് ചെയ്ത് അയച്ചോട്ടോ. ഒരു മിനിറ്റ് ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്തോട്ടെ. ഞാന് ചോദ്യം ചോദിക്കാം. ഓക്കെ, NCCD ഈസ് എ ടൈപ്പ് ഓഫ് ഓപ്ഷൻസ്: കസ്റ്റംസ് ഡ്യൂട്ടി, ഡയറക്ട് ടാക്സ്, മുനിസിപ്പൽ ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി. NCCD ഈസ് എ ടൈപ്പ് ഓഫ് A കസ്റ്റംസ് ഡ്യൂട്ടി, B ഡയറക്ട് ടാക്സ്, C മുനിസിപ്പൽ ടാക്സ്, D എക്സൈസ് ഡ്യൂട്ടി. ഏതാ? ഏതാടാ? കേൾക്കുന്നില്ലേ? ഹലോ, NCCD ഈസ് എ ടൈപ്പ് ഓഫ് എന്ത് ഡ്യൂട്ടി ആയിരുന്നു? ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട് ക്ലാസ് എടുക്കുമ്പോൾ, ചിലപ്പോ ചോദിക്കും. എന്ത് ഡ്യൂട്ടി ആയിരുന്നു? എന്ത് ഡ്യൂട്ടി ആയിരുന്നടാ? പറ. NCCD ഈസ് എ ടൈപ്പ് ഓഫ് ഏത് ഡ്യൂട്ടിയാ? കേൾക്കുന്നില്ലേ? നിങ്ങളിത് എവിടെ കേൾക്കാത്ത പോലെ ഇരിക്കുന്നത്? നമ്മളന്ന് പറഞ്ഞില്ലേ, മുമ്പത്തെ ആറ്റാണ്. പക്ഷെ ഈ ചോദ്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ എന്തായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു തന്നിരുന്നു. ഓർക്കുന്നുണ്ടോ? പറയടോ. ഓർക്കുന്നില്ല? ഇത് എക്സൈസ് ഡ്യൂട്ടിയാണ്.
ഓക്കെ, NCCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സൈസ് ഡ്യൂട്ടിയാണ്, ഒരു ടൈപ്പ് എക്സൈസ് ഡ്യൂട്ടിയാണ്. അപ്പൊ എക്സൈസ് ഡ്യൂട്ടി എന്തായിരുന്നു, എന്തിന്റെ മുകളിൽ ചുമത്തുന്നതായിരുന്നു എക്സൈസ് ഡ്യൂട്ടി? എന്തെങ്കിലും സാധനം നിർമ്മിക്കുമ്പോഴാണോ, വിൽക്കുമ്പോഴാണോ, സർവീസ് നടത്തുമ്പോഴാണോ? ഏത് കേസിലായിരുന്നു എക്സൈസ് ഡ്യൂട്ടി? മാനുഫാക്ചറിങ്. ഓക്കെ, അപ്പൊ NCCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈപ്പ് എക്സൈസ് ഡ്യൂട്ടിയാണ്. ഓക്കെ, സമ്മതിച്ചു. അടുത്ത ചോദ്യം, സെക്കൻഡറി ആൻഡ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ സെസ് ഓൺ ടാക്സസ് ഈസ് എത്ര പെർസെന്റേജാ? എത്ര പെർസെന്റേജാ? എല്ലാരും ആൻസർ ചെയ്യണം കേട്ടോ. രണ്ടാണോ? NCCD രണ്ടാണോ? ഒരാളാണ്ട് പറയുന്നു, സോറി, സെക്കൻഡറി ആൻഡ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ സെസ് രണ്ടാണോ? ഒരാളാണ്ട് പറയുന്നു, ബാക്കി എല്ലാരും കൂടുന്നു അല്ലെ? ആണോ? ടോട്ടൽ എഡ്യൂക്കേഷൻ സെസ് എത്രയാ? ടോട്ടൽ എഡ്യൂക്കേഷൻ സെസ് കൺസോളിഡേറ്റ് എത്രയാ? ടോട്ടൽ എത്രയടാ? ടോട്ടൽ 3. എഡ്യൂക്കേഷൻ സെസ്സും സെക്കൻഡറി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ സെസ്സും കൂടെ കൂട്ടിക്കഴിഞ്ഞാലാണ് 3 ആവുക. അപ്പൊ അതിൽ എഡ്യൂക്കേഷൻ സെസ് ആണോ 2, സെക്കൻഡറി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ സെസ് ആണോ 2? എങ്ങനെയാ നമ്മൾ പഠിച്ചത്? ക്വസ്റ്റ്യൻ എന്താപ്പോ? രാവിലെ ഓക്കെ, ഇതെന്താണ്? എഡ്യൂക്കേഷൻ സെസ് ആണ് 2 എന്ന് പറഞ്ഞു, സമ്മതിച്ചു. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സെക്കൻഡറി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ സെസ്. അതിലെങ്ങനെ 2 വന്നത്? ഹലോ, നന്നായിട്ടുണ്ട്. അപ്പൊ എത്രയാണ്? എഡ്യൂക്കേഷൻ സെസ് ആണ് എത്ര വരിക? ടോട്ടൽ എത്രയാണ്? ടോട്ടൽ സെസ് 3% അല്ലെ? അതില് എഡ്യൂക്കേഷൻ സെസ് എത്ര ശതമാനം? എത്ര ശതമാനം? 2%. ഇനി സെക്കൻഡറി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ സെസ് എത്രയാ? 1. ഇതാണ് ഉത്തരം. ഓക്കെ, ഇനി അസംബ്ലി ഓഫ് ഗുഡ്സ് ക്യാൻ ബി കൺസ്ട്രൂഡ് അണ്ടർ എക്സൈസ് ആക്ട്. എക്സൈസ് ആക്ടില് അസംബ്ലി എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്? എന്തായിട്ടായിരിക്കും? എക്സൈസ് ആക്ട് എന്താ? സർവീസോ സെയിലോ എന്തെങ്കിലും ആണോ? എന്തെങ്കിലും ചോദ്യം കണ്ട അപ്പൊ എന്ത് ചെയ്യാ? ഏതായിരിക്കും ഉത്തരം? ഇനി if a brand owner gets an item manufactured, then the manufacturer under excise act will be. മാനുഫാക്ചറർ ഒരു സാധനം ഉണ്ടാക്കിക്കുകയാണെങ്കിൽ, ഒരു ബ്രാൻഡ് നെയിം ഓണർ ഒരു സാധനം ഉണ്ടാക്കിക്കുകയാണെങ്കിൽ മാനുഫാക്ചറർ ആരായിരിക്കും? ജനറൽ ആയിട്ട് ചിന്തിച്ചു നോക്കിയേ. ഞാനൊരു സാധനം ഉണ്ടാക്കിക്കുകയാണ്, ഞാനൊരു ബ്രാൻഡ് നെയിം ഓണറാണ്, ഞാൻ ഉണ്ടാക്കിക്കുകയാണ്. അപ്പൊ ആരായിരിക്കും മാനുഫാക്ചറർ? ബ്രാൻഡ് ഓണർ തന്നെ. ഓക്കെ, HSN കോഡ് ഇൻ ഇന്ത്യ എത്ര ഡിജിറ്റ് ആയിരുന്നു? HSN കോഡ് ഇൻ ഇന്ത്യ എത്ര ഡിജിറ്റ് ആയിരുന്നടാ?
HSN ഓർമ്മയില്ലേ? നിങ്ങളോടാ ചോദ്യം. HSN കോഡ് എത്ര ഡിജിറ്റാ? 6 6 8 ഉറപ്പിക്ക്. HSN കോഡ് ഇനി ഇന്ത്യയാണ് കേട്ടോ ചോദിച്ചത്. 6 8 8 ആയിക്കോട്ടെ 8. ഇനി എ കോമ്പോസിറ്റ് പ്രോഡക്റ്റ് ലൈക്ക് പെൻ സ്റ്റാൻഡ് വിത്ത് എ ക്ലോക്ക് എക്സൈസ് വിൽ ബി ലെവിഡ് അറ്റ്. എക്സൈസോ GST എടുത്തോ, കുഴപ്പമില്ല. GST ആണെങ്കിലും നമ്മൾ 2 തരം സപ്ലൈ ഉണ്ട്. ഒന്ന് കോമ്പോസിറ്റ് സപ്ലൈ എന്ന് പറയും, ഒന്ന് മിക്സഡ് സപ്ലൈ എന്ന് പറയും. നാച്ചുറൽ കോസിൽ ഒന്നിന്റെ കൂടെ ഒന്ന് വിൽക്കുമ്പോൾ അതിനെ പറയുന്നതാണ് കോമ്പോസിറ്റ്. അപ്പൊ ഒരു കോമ്പോസിറ്റ് പ്രോഡക്റ്റ് ആണെന്ന് വിചാരിച്ചോ. ഒരു പെൻ സ്റ്റാൻഡിൽ ചെറിയൊരു ക്ലോക്ക് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഏത് റേറ്റിലായിരിക്കും മൊത്തം വാല്യൂ ചെയ്യാൻ? മൊത്തം ഏതിലായിരിക്കും? ഒരു പെൻ സ്റ്റാൻഡ് ആണ് പ്രധാന പ്രോഡക്റ്റ്, അതിലൊരു ക്ലോക്കും കൂടെ ഉണ്ട്. ചെറിയ ക്ലോക്ക് ഉണ്ടാവില്ലേ സ്റ്റാൻഡിൽ ഉണ്ടാവില്ലേ, ചെറിയ വട്ടത്തില്, ചിലത് കണ്ടിട്ടില്ലേ? അപ്പൊ അങ്ങനെ ഒരു കോമ്പോസിറ്റ് പ്രോഡക്റ്റ് ആണെങ്കിൽ ഏതാണോ പ്രിൻസിപ്പൽ സപ്ലൈ അതിന്റെ റേറ്റ് ആണ് എടുക്കുക. ഏതാണോ പ്രധാനമായിട്ടുള്ള സപ്ലൈ അതിന്റെ റേറ്റ് ആണ് എടുക്കുക. അപ്പൊ ഇതിൽ ഏതാ പ്രധാനം? പെൻ സ്റ്റാൻഡിന്റെ കൂടെ അല്ലേ ക്ലോക്ക്. പെൻ സ്റ്റാൻഡിൽ ഒരു ക്ലോക്കും കൂടെ ഉണ്ട്. അപ്പൊ ഏതാ പ്രധാന ഐറ്റം? ഏതാടാ? പെൻ സ്റ്റാൻഡ്. അപ്പൊ ഇതിൽ ഏത് റേറ്റ് ആയിരിക്കും? അറ്റ് ദ സെയിം റേറ്റ് ആസ് അപ്ലിക്കബിൾ ടു ക്ലോക്ക് ആണോ? അറ്റ് ദ സെയിം റേറ്റ് ആസ് അപ്ലിക്കബിൾ ടു പെൻ സ്റ്റാൻഡ് ആണോ? അറ്റ് ദ സെയിം റേറ്റ് ആസ് അപ്ലിക്കബിൾ ടു പെൻ സ്റ്റാൻഡ് പാർട്ട്ലി ആൻഡ് ക്ലോക്ക് പാർട്ട്ലി ആണോ? അറ്റ് ദ ആവറേജ് ആണോ? ഏതായിരിക്കും? അറ്റ് ദ സെയിം റേറ്റ് ആസ് അപ്ലിക്കബിൾ ടു പെൻ സ്റ്റാൻഡ്. ഓക്കെ, പ്രിൻസിപ്പൽ സപ്ലൈയുടെ റേറ്റ് ആണ് എടുക്കുക GST-യില്. ഇനി എക്സൈസ് ഡ്യൂട്ടി ഈസ് ഇമ്പോസ്ഡ് ഓൺ basis of production capacity and not actual production in respect of some manufacturers too. എന്തിനു വേണ്ടിയായിരിക്കും എക്സൈസ് ഡ്യൂട്ടി ചുമത്തിയിരുന്നത്? നമ്മളുടെ ആക്ച്വൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുടെ മുകളിലാണ്. എത്രയാണോ ആക്ച്വൽ പ്രൊഡ്യൂസ് ചെയ്തതല്ല. അപ്പൊ അത് എന്തിനായിരിക്കും? പ്രൊഡക്ഷൻ എൻകറേജ് ചെയ്യാനായിരിക്കുമോ? ഗവൺമെന്റ് ചുമത്തുന്നത് എന്തിനായിരിക്കും? അതോ ഡ്യൂട്ടി വെട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും? ഡ്യൂട്ടി ഇവേഷൻ തടയാൻ വേണ്ടിയിട്ടായിരിക്കും? അതോ പ്രൊഡക്ഷൻ ഡിസ്കറേജ് ചെയ്യാൻ, എന്താ പറയാ, എൻകറേജ് ചെയ്യല്ല, താഴ്ത്താൻ, പ്രൊഡക്ഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടായിരിക്കും? എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഗവൺമെന്റ് ആണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടായിരിക്കൂടാ? ചുമ്മാ നോർമലായിട്ട് ആലോചിച്ച് നോക്കിയേ. പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കോ? അതോ ഡ്യൂട്ടി വെട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും? എ ആണോ ബി ആണോ? ഡ്യൂട്ടി ഇവേഷൻ. പ്രൊഡക്ഷൻ കൂട്ടലൊക്കെ നിങ്ങൾ മതി, ഗവൺമെന്റിന് എനിക്ക് കിട്ടാനുള്ളത് കിട്ടിയാൽ മതി. ഗവൺമെന്റ്. ഇനി ഇഫ് ഫ്രീ ഗിഫ്റ്റ്സ് ആർ പാസ്ഡ് ഓൺ വിത്ത് എ പ്രോഡക്റ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ദി ഗിഫ്റ്റ്. ഗിഫ്റ്റ് ഫ്രീ ആയിട്ട് ഒരു പ്രോഡക്റ്റിന്റെ കൂടെ അയക്കുകയാണെങ്കിൽ ഗിഫ്റ്റിന്റെ കേസിൽ ഏതായിരിക്കും? ഗിഫ്റ്റിന് അപ്ലിക്കബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇത് മുമ്പത്തെ ടെസ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പത്തെ നിങ്ങളുടെ ടെസ്റ്റിലില്ല. നിങ്ങളിതൊന്നും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങളൊന്നും ആക്ച്വലി ടെസ്റ്റിൽ ഉണ്ടാവില്ല. ഇൻ കേസ് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മോക്ക് ടെസ്റ്റ് ഇതുവരെ വന്നിട്ടില്ലല്ലോ സൈറ്റില്? മോക്ക് ടെസ്റ്റ് ഇപ്പോഴും വന്നിട്ടില്ലല്ലോ? വന്നോ? നിങ്ങളോട് ഹലോ കേൾക്കുന്നില്ലേ?
വന്നിട്ടില്ലല്ലോ. മോക്ക് ടെസ്റ്റ് ഇപ്പോഴും വന്നിട്ടില്ല. മോക്ക് ടെസ്റ്റ് വരും. മോക്ക് ടെസ്റ്റിന് മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ഏരിയയും ഒന്നും കൂടെ വായിക്കുക, സെറ്റ് ആക്കി വെക്കുക, എന്നിട്ട് ജസ്റ്റ് മോക്ക് ടെസ്റ്റ് ഒന്ന് ക്വിക്കായിട്ടൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ. ഇനി ഫോർ പർപ്പസസ് ഓഫ് സെൻട്രൽ എക്സൈസ് വാല്യുവേഷൻ, എക്സൈസ് വാല്യുവേഷന്റെ കേസിൽ ഒരു ഡിപ്പോ അല്ലെങ്കിൽ കൺസൈൻമെന്റ് ഏജന്റ് ത്രൂ എന്തെങ്കിലും ഗുഡ്സ് വിൽക്കുകയാണെങ്കിൽ ടൈം ഓഫ് റിമൂവൽ എന്ന് പറയുന്നത്, ടൈം ഓഫ് റിമൂവൽ ഏത് സമയമാണ് റിമൂവൽ, ഫാക്ടറി പ്രമിസസിൽ നിന്നും സാധനം, കൺസൈനർ ഡിപ്പോട്ടിൽ നിന്ന് സാധനം പോകുന്നതല്ല, എപ്പോഴാണോ ഫാക്ടറിയിൽ നിന്നും സാധനം പോകുന്നത് ആ സമയമാണ് ടൈം ഓഫ് റിമൂവൽ ആയിട്ട് കൺസിഡർ ചെയ്യുക. ആ സമയമാണ് ഇതിന്റെ റിമൂവൽ നടന്നതായിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ മുമ്പത്തെ ആക്റ്റിലുള്ളതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഓൺ ഇൻ എക്സൈസ് ഡ്യൂട്ടി സെക്കൻഡറി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ സെസ് ഈസ് പേയബിൾ ഓൺ, എന്തിന്റെ മുകളിലായിരിക്കും? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ MRP ഇല്ലേ, MRP എന്താണ്? MRP എന്താണ്? MRP എന്താണോ MRP? മാക്സിമം റീറ്റെയിൽ പ്രൈസ് അല്ലേ? മാക്സിമം റീറ്റെയിൽ പ്രൈസ് അല്ലേ? അപ്പൊ ഈ മാക്സിമം റീറ്റെയിൽ പ്രൈസിന് മുകളിലേക്ക് പിന്നെ എന്തെങ്കിലും ഡ്യൂട്ടി നമ്മൾ അടയ്ക്കാനുണ്ടാവോ? വരുമോ? എനിക്കറിയില്ല, അതുകൊണ്ട് ചോദിക്കാം. വരുമോ? മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറഞ്ഞു, ഇനി അതിന്റെ മുകളിൽ നമ്മൾ പിന്നെ എന്തെങ്കിലും ടാക്സ് ചുമത്തുമോ? അതിന് മുകളിൽ എന്തെങ്കിലും ചുമത്താൻ പറ്റുമോ? പറ്റില്ല അല്ലേ? അതെന്താ? എന്താ പറ്റാത്തത്? അത് മാക്സിമം റീറ്റെയിൽ പ്രൈസ് ആണ്, അതിൽ ഇൻക്ലൂസീവ് ഓഫ് എല്ലാ ടാക്സും അതിൽ പെട്ടിട്ടുണ്ട് അല്ലെ? പിന്നീട് അതിന്റെ മുകളിലേക്ക് എന്തില്ല, പിന്നെ ഒരു ടാക്സ് ഇല്ല, അതുകൊണ്ടാണ്. ഓക്കെ. അപ്പോ സെക്കൻഡറി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ സെസ് ഏതിന്റെ മുകളിലാണ് പേ ചെയ്യുക എന്നുള്ളതാണ്. MRPയുടെ മുകളിലാണോ, അതോ എഡ്യൂക്കേഷൻ സെസ്സിന്റെ മുകളിലാണോ, അതോ എക്സൈസ് ഡ്യൂട്ടി എത്രയാണോ കാൽക്കുലേറ്റ് ചെയ്ത എക്സൈസ് ഡ്യൂട്ടി അതിന്റെ മുകളിലാണോ, അതോ അസസബിൾ വാല്യൂവിന്റെ മുകളിലാണോ? ഏതിന്റെ മുകളിലായിരിക്കും? എക്സൈസ് ഡ്യൂട്ടിയുടെ മുകളിലാണ് എന്ത് ചുമത്തുക? സെസ്സും അതുപോലെ തന്നെ സെക്കൻഡറി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ സെസ്സും ചുമത്താം. ഓക്കെ. എത്രയാണോ എക്സൈസ് ഡ്യൂട്ടി, ഇപ്പൊ നമ്മളെ നോർമൽ സെസ് ആണെങ്കിലും എന്താ ചെയ്യാം, എങ്ങനെ ചെയ്യാം? എക്സൈസ് ഡ്യൂട്ടി എത്രയാണോ അതിന്റെ മുകളിലാണ് നമ്മളെ സെസ്സും സെക്കൻഡറി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ സെസ്സും ചുമത്തുക. ഓക്കെ. ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. സൗണ്ട് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലല്ലോടാ? കേൾക്കുന്നുണ്ടല്ലോ? Okay. In case of molasses produced in Kansari sugar factory, duty is payable by excise duty. ആരാ അടയ്ക്കേണ്ടത്? മാനുഫാക്ചറർ ആയിരിക്കുമല്ലോ അല്ലെ? അപ്പൊ ഡ്യൂട്ടി പേ ചെയ്യേണ്ടത് ആരായിരിക്കും? കാൻസാരി മാനുഫാക്ചറർ. ഈ ക്വസ്റ്റ്യൻ ഒന്നും നമ്മുടെ ടെസ്റ്റിലില്ല. ഓക്കെ. അതുകൊണ്ട് ചെറിയ ഡൗട്ട്സ് ഉണ്ടാവും. ഞാൻ ടെസ്റ്റിലെ ചോദ്യം ഇങ്ങനെ അല്ലാതെ ചോദിക്കാം, ഇപ്പൊ ഞാൻ ചോദിച്ചോളാം, നിങ്ങൾ പറഞ്ഞാൽ മതി. ഇനി അണ്ടർ സെൻട്രൽ എക്സൈസ് ആക്ട് ആൾട്ടറേഷൻ ഓഫ് MRP ഓഫ് എ പ്രോഡക്റ്റ്, ഒരു പ്രോഡക്റ്റിന്റെ MRP ആൾട്ടർ ചെയ്യാന്ന് വിചാരിച്ചു, മാറ്റം വരുത്താം. അതെന്തായിരിക്കും? MRP നമുക്ക് ആൾട്ടർ ചെയ്യാൻ പറ്റുമോ? വെട്ടി തിരിച്ചിട്ട് മാറ്റാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമോ?
സമ്മതിക്കോ? നല്ല സുഖല്ലേ? MRP മാറ്റി വിറ്റൂടെ? ഇല്ല. അപ്പൊ അത് ഈസ് നോട്ട് എ മാനുഫാക്ചറിങ് ആക്ടിവിറ്റി ആവോ, ഒഫൻസ് ആവോ, ക്രിമിനൽ ഒഫൻസ് ആവോ, അതോ മാനുഫാക്ചറിങ് ആക്ടിവിറ്റി സബ്ജക്ട് ടു എക്സൈസ് ആവോ, നൺ ഓഫ് ദി അബവ്? ഏതായിരിക്കും? 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 പറയടോ. ക്രിമിനൽ കുറ്റമാണ്. ഓക്കെ, ഒരു ഒഫൻസ് ആണ് MRP മാറ്റുന്നത്. ഇനി അബേറ്റ്മെന്റ് ഓഫ് 40% എക്സൈസ് ഡ്യൂട്ടി. എന്താണ് അബേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കുറച്ചിട്ട് ഇത്ര വാല്യൂ കുറച്ച് കഴിഞ്ഞ് ബാക്കിയുള്ളതിന് മുകളിൽ ടാക്സ് അടച്ചാൽ മതി എന്നുള്ള. ഓൺ എ പ്രോഡക്റ്റ് വിത്ത് MRP ഓഫ് ₹100, ദ പ്രൈസ് ആഫ്റ്റർ എക്സൈസ് ഡ്യൂട്ടി ഷാൾ ബി. ഓക്കെ, 100 രൂപ MRP ഉള്ള ഒരു ഗുഡ്സിന്റെ അബേറ്റ്മെന്റ് 40% പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 മൈനസ് 40% എത്ര വരും? 60 അല്ലെ? ഈ 60 പ്ലസ് ഈ 60ന്റെ അപ്ലിക്കബിൾ ഡ്യൂട്ടി ആണ് എന്ത് വരിക? ടോട്ടൽ റേറ്റ് വരിക. ഓക്കെ, ടോട്ടൽ റേറ്റ് വരാം. ഇനി ഫോർ എക്സൈസ് പർപ്പസസ് ഓഫ് ഗുഡ്സ് ക്യാപ്റ്റീവ്ലി കൺസ്യൂംഡ് ആർ വാല്യൂഡ് അറ്റ്. ഇതൊക്കെ എക്സൈസ് ഡ്യൂട്ടി ആട്ടോ, GST അല്ലേ? ഞാൻ തൊട്ട് മുമ്പത്താണ്. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് ഇനി കയറി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റിക്കേണ്ട, ജസ്റ്റ് ഓപ്ഷൻ മാത്രം ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോ ഫോർ എക്സൈസ് എന്താണ്? ക്യാപ്റ്റീവ് കൺസംഷൻ വരുന്നത് 10% ആണെന്ന് ആലോചിക്കാം. ഓക്കെ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് 10% ആണ് ക്യാപ്റ്റീവ് കൺസംഷൻ വരിക. ഇനി നമ്മളുടെ ഏരിയ ആയിരിക്കും കേട്ടോ. ഇത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറയാലോ. ഇതെന്താ? MRP. ഉത്തരം പറഞ്ഞേ. MRP ആണോ? ഉറപ്പിക്കാൻ പറ്റുമോ? ഓക്കെ, ബി. അപ്പോ MRP ഇൻക്ലൂഡ്സ് ആൾ ടാക്സസ്. ഓക്കെ, ഇനി ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ഓഫ് ഇന്ത്യ എക്സ്റ്റെൻഡ് ഇൻസൈഡ് ദ സീ ഫ്രം ബേസ് ലൈൻ ഓഫ് ഇന്ത്യൻ കോസ്റ്റ് അപ് ടു എത്രയാണ്? 12 മൈൽസ് ആണോ, 120 നോട്ടിക്കൽ മൈൽ ആണോ, 12 കിലോമീറ്റർ ആണോ, 12 നോട്ടിക്കൽ മൈൽ ആണോ? കുറെ 12 ഉണ്ട്. ഇതും 12 ഇതും 12 ഇതും 12 ഇതിൽ ഏതാ? നന്ദന 12 ആണ്. ഓക്കെ, നോട്ടിക്കൽ മൈൽ ആണോ? ഉറപ്പിക്കാം. ബാക്കിയുള്ളവരൊന്നും പറയുന്നില്ല. കിലോമീറ്റർ ആണോ, മൈലാണോ, നോട്ടിക്കൽ മൈലാണോ? ഇന്ത്യൻ ലോ ഒക്കെ നമ്മൾ പഠിച്ചു തരിക കേട്ടോ. ഇതുവരെയുള്ളത് ഓക്കെ, കുഴപ്പമില്ല, പോട്ടെ. ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ആ ഓപ്ഷൻ കാണുമ്പോൾ ഓർമ്മ വരാൻ വേണ്ടി ഡിസ്കസ് ചെയ്തു എന്നുള്ളൂ കേട്ടോ. ഓക്കെ, അത് നമ്മുടെ ടെസ്റ്റിൽ ഇപ്പൊ ഇല്ല. ആക്ച്വലി നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ടെസ്റ്റ് നമ്മൾ ഫുള്ള് ഡിസ്കസ് ചെയ്താണ്, ഭാഗം സ്കിപ്പ് ചെയ്തിട്ടില്ല. ഓക്കെ, ഡി ആണ് അനുശ്വര. 120 നോട്ടിക്കൽ മൈലാണോ? ആണോ? ബാക്കിയുള്ള ഒരു അഭിപ്രായങ്ങളൊന്നും വരുന്നില്ലല്ലോ. ഡി ആണോ? അപ്പൊ 12 നോട്ടിക്കൽ മൈലാണ് എന്ത്? ടെറിട്ടോറിയൽ വാട്ടർ. ടെറിട്ടോറിയൽ വാട്ടർ അല്ലെ? അപ്പൊ ഹൈസീസോ? ഹൈസീസ് എത്രയാണ്? എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എത്രയാണ്?
എത്രയാണ്? ICC എത്രയായിരുന്നല്ലോ? 12 നോട്ടിക്കൽ മൈൽ മാത്രമേ പറഞ്ഞുള്ളൂ. ബാക്കി 200 നോട്ടിക്കൽ മൈല് അല്ലെ? ഓർമ്മയുണ്ട്. 200 നോട്ടിക്കൽ മൈൽ കഴിയുന്നതാണോ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ? ഉള്ളിലുള്ളതാണോ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ? രണ്ടും ഉണ്ടല്ലോ. എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ആണോ ഇന്ത്യക്ക് പുറത്തുള്ളത്? ഐ മീൻ ICC എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ് എന്താ പറയുക 200 നോട്ടിക്കൽ മൈൽ കഴിഞ്ഞിട്ടാണോ അതോ ഉള്ളിലാണോ ഹൈസീസ്? 200 നോട്ടിക്കൽ മൈൽ കഴിയുന്ന സ്ഥലമാണോ ഹൈസീസ് അതോ ഉള്ളിലുള്ളതാണോ? കഴിഞ്ഞിട്ടുള്ളത്. എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഫുൾ പവർ ഉള്ളത്, സെർച്ചിനും സീഷറിനും എല്ലാത്തിനും ഉള്ള പവർ ഉള്ള സ്ഥലം. ഓക്കെ, അതും 200 നോട്ടിക്കൽ മൈലാണ്. ഞാൻ ഇതിന്റെ കൂടെ തന്നെ ചോദിച്ചു എന്നുള്ളൂ. ഇനി ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ലോക്കൽ മാനുഫാക്ചറർ CVD countervailing duty is levied on imported goods at CVD ഇപ്പൊ GST ആയിട്ടുണ്ട്. CVD എന്തായിരുന്നു ഞാൻ പറഞ്ഞില്ലേ? CVD സ്പെഷ്യൽ അഡീഷണൽ ഡ്യൂട്ടി. CVD എന്തിന്റെ മുകളിലായിരുന്നു? എന്തിന്റെ മുകളിലായിരുന്നു? CVD ആണോ സെയിൽസിന്റെ മുകളിൽ പറഞ്ഞത്? SAD ആണോ സെയിൽസിന്റെ മുകളിൽ പറഞ്ഞത്? ഒന്ന്, ഇന്ത്യയിൽ ഈ സാധനം വിൽക്കുമ്പോൾ എത്രയായിരുന്നു ടാക്സ് വരിക, അത് അടയ്ക്കണം. ഒന്ന് എന്തായിരുന്നു? ഇന്ത്യയിൽ എത്രയായിരുന്നു എക്സൈസ് ഡ്യൂട്ടി വരിക, അത്. അപ്പൊ ഈ കേസിൽ ഏതായിരിക്കും? CVD is levied on imported goods at എത്രയാണോ എക്സൈസ് ഡ്യൂട്ടി, ആ ഗുഡ്സ് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുമ്പോൾ എത്രയാണോ എക്സൈസ് ഡ്യൂട്ടി വരുന്നത്, അതാണ് CVD എന്ന് പറയുന്നത്. ഓക്കെ, CVD എന്ന് പറയുന്നത്. ഇനി ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ക്യാൻ ബി ലെവീഡ് ഫോർ. എന്തിനായിരുന്നു ആന്റി ഡംപിംഗ് ഡ്യൂട്ടി? ആന്റി ഡംപിംഗ് ഡ്യൂട്ടി എന്തായിരുന്നടാ? നമ്മുടെ ഇതിലൊരു മാർജിനൊക്കെ കണ്ടിട്ട് ഒരു സാധനം ചെയ്തിരുന്നു, ഓർമ്മ ഉണ്ടോ? എന്തിനായിരുന്നു ആന്റി ഡംപിംഗ് ഡ്യൂട്ടി? ഓക്കെ, നോർമൽ വാല്യൂ മൈനസ് എക്സ്പോർട്ട് വാല്യൂ, സമ്മതിച്ചു. അത് മാർജിൻ. അപ്പൊ ആന്റി ഡംപിംഗ് ഡ്യൂട്ടി എന്തായിരുന്നു? ഇതിൽ ഓപ്ഷൻ കണ്ടുപിടിക്കേ. പറയടോ, ഏത് ഓപ്ഷനാ? ആർക്കും ഒരു ഉത്തരവില്ലേ? കണ്ടതായിട്ട് ഓർക്കുന്നില്ല. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ചാർജ് ചെയ്തിരുന്നത്? വെറുതെ. എന്തിനായിരുന്നല്ലോ? ഞാൻ തന്നെ പറയണം എന്നാണോ? നിങ്ങള് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാ? ഒരു ഉത്തരം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യാ? കറക്കി കുത്തില്ലേ? അങ്ങനെ ഒന്ന് കറക്കി കുത്തിക്ക്. ഏതെങ്കിലും ഒരു ഓപ്ഷൻ പറഞ്ഞേ നോക്കട്ടെ, അറിയാത്തതാണെങ്കിലും. ഞാൻ ഇവിടെ വെക്കുന്ന എക്സ്പോർട്ട് ആണോ? എന്താണ് എക്സ്പോർട്ട്? എങ്ങനെ ഉദ്ദേശിച്ച? എക്സ്പോർട്ട് ആണ് ഫസ്റ്റ് ഓപ്ഷനോ? ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ടെസ്റ്റ് എവിടെ? ഒരു മിനിറ്റ്. നന്നായി വായിച്ചിട്ടുണ്ട് അല്ലേ എല്ലാരും? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാനല്ലേ പറഞ്ഞിട്ടുള്ളൂ.
ചെയ്തിരുന്നോ? അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഞാനൊരു സാധനം ഇവിടെ ഒരു റേറ്റിന് വിൽക്കാം. ഞാൻ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എക്സ്പോർട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ വില കുറച്ചിട്ട് എക്സ്പോർട്ട് ചെയ്യണം. അപ്പൊ അത് ആ ഇൻഡസ്ട്രീനെ ബാധിക്കില്ലേ? അവിടുത്തെ ആൾക്കാരെ ബാധിക്കില്ലേ? അപ്പൊ അങ്ങനത്തെ അൺഫെയർ ആയിട്ടുള്ള, ശരിയായിട്ടുള്ള അല്ലാത്ത ഒരു സൈഡിൽ ഞാൻ രണ്ടിനും രണ്ട് വില ഇടുന്നതൊന്നും ശരിയായിട്ടുള്ള രീതി അല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആന്റി ഡംപിങ് ഡ്യൂട്ടി. അപ്പൊ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അൺഫെയർ കോമ്പറ്റീഷൻ ലൈക്ക് സെല്ലിംഗ് ഗുഡ്സ് അറ്റ് ലോ പ്രൈസസ്. വായിച്ചാൽ കിട്ടില്ലേ? ലോ പ്രൈസസ്, കുറഞ്ഞ പൈസക്ക്. എത്ര? കമ്പയർഡ് ടു വാട്ട് പ്രിവെയിൽസ് ഇൻ ദ ഹോം കൺട്രി. നമ്മളെ രാജ്യത്ത് ഇപ്പോ അനശ്വര പറഞ്ഞു നേരത്തെ, എന്ത് പറഞ്ഞു? നോർമൽ വാല്യൂ മൈനസ് എക്സ്പോർട്ട് പ്രൈസ് എന്ന്. അപ്പൊ ഇതാണ് നോർമൽ വാല്യൂ. ഓക്കെ, ഇതാണ് ഇവരുദ്ദേശിച്ച എക്സ്പോർട്ട് പ്രൈസ്. അപ്പോ ഇത് നോർമൽ വാല്യൂവിനേക്കാൾ കുറച്ച് നമ്മൾ എക്സ്പോർട്ട് പ്രൈസ് ഇഷ്യൂ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? ആന്റി ഡംപിങ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓർമ്മ ഉണ്ടല്ലോ? ഇനി കസ്റ്റം വാല്യൂ, ഫോർ കസ്റ്റം വാല്യൂ ഓഫ് എക്സ്പോർട്ടഡ് ഗുഡ്സ് പ്രൈസ് ഇസ് നോട്ട് ദ സോൾ കൺസിഡറേഷൻ വെൻ. എപ്പോഴായിരുന്നു? പ്രൈസ് ഇസ് നോട്ട്, പ്രൈസ് ഇസ് ദ സോൾ കൺസിഡറേഷൻ ഓർ നോട്ട് ദ സോൾ കൺസിഡറേഷൻ. പിന്നെന്തായിരുന്നു? ഒന്നും കൂടെ പറഞ്ഞില്ല നമ്മള്. ഏത് കേസിലായും പ്രൈസ് മാത്രമല്ല നമ്മൾ സോൾ കൺസിഡറേഷൻ ആയിട്ട് കണക്കാക്കല്. എപ്പോഴായിരിക്കും? എപ്പോഴായിരിക്കും പ്രൈസ് നമ്മൾ കൺസിഡർ ചെയ്യാത്ത കേസ് ഏതായിരുന്നല്ലോ? ട്രാൻസാക്ഷൻ വാല്യൂ എടുക്കാത്ത കേസില്ലേ? ഏതായിരുന്നു? എന്നോ? ആ, ബി. ബി ആണല്ലോ. അപ്പോ ബയറും സെല്ലറും റിലേറ്റഡ് ആണെങ്കിൽ എന്തല്ല? പ്രൈസ് ട്രാൻസാക്ഷൻ വാല്യൂ നമ്മൾ എന്തായിട്ട് എടുക്കില്ല? പ്രൈസ് സോൾ കൺസിഡറേഷൻ ആയിട്ട് എടുക്കില്ല. നമ്മൾ വാല്യുവേഷൻ റൂൾസിലോട്ട് കിടക്കും. വാല്യുവേഷൻ റൂൾസ് ഒന്നും നമുക്ക് പഠിക്കാനില്ല. അത്രേ. ഇനി ഇൻ റെസ്പെക്ട് ഓഫ് തേർഡ് പാർട്ടി എക്സ്പോർട്ട്, തേർഡ് പാർട്ടി എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഇൻവോയ്സിൽ എന്തൊക്കെ വേണ്ടി വരും? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. തേർഡ് പാർട്ടി എക്സ്പോർട്ട്, ആകെ തേർഡ് പാർട്ടി എക്സ്പോർട്ടറുടെ പേര് മാത്രം മതിയോ? നിങ്ങൾ പറയണേ. ഇനി തേർഡ് പാർട്ടിയുടെയും വേണം, അതേപോലെ മാനുഫാക്ചറർ അല്ലെങ്കിൽ എക്സ്പോർട്ടർ, ആരുടെ ബിഹാഫ് ആണോ ഈ സാധനം എക്സ്പോർട്ട് ചെയ്യുന്നത്, അയക്കുന്ന ആരുടെയും അതേപോലെ തേർഡ് പാർട്ടിയുടെയും വേണോ? അതോ ഓൺലി മാനുഫാക്ചറർ അല്ലെങ്കിൽ എക്സ്പോർട്ടറുടെ മാത്രം മതിയോ? തേർഡ് പാർട്ടിയുടെ വേണ്ടേ? ഇനി നെയിം ഓഫ് മാനുഫാക്ചർ, ഹു മാനുഫാക്ചർ ദ ഗുഡ്സ്, ഉണ്ടാക്കിയ ആളുടെ പേര് മാത്രം മതിയോ? മാനുഫാക്ചർ അല്ലെങ്കിൽ എക്സ്പോർട്ടർ ഓൺ ബിഹാഫ് ഗുഡ്സ് ആർ എക്സ്പോർട്ടഡ്, ഇത് വേണ്ടേ? ഏതായിരിക്കും ഉത്തരം? ഇൻവോയ്സിൽ ആരുടെയൊക്കെ പേര് വേണ്ടി വരും? എക്സ്പോർട്ടിന്റെ കേസിൽ തേർഡ് പാർട്ടി എക്സ്പോർട്ട്. സിമ്പിൾ ആയിട്ട് ചോദിക്കട്ടെ, ഇമ്പോർട്ടറുടെ പേര് മാത്രം മതിയോ? എക്സ്പോർട്ടറുടെ പേര് വേണോ? നമ്മളുടെ പേര് വേണോ? ഞാൻ ഇപ്പൊ നിങ്ങളിപ്പോ ഓസ്ട്രേലിയയിലാണ്, ഞാൻ നിങ്ങൾക്ക് സാധനം അയക്കാണ്. അപ്പൊ എന്റെ ഇൻവോയ്സിൽ നിങ്ങളുടെ പേര് വേണോ? വേണ്ടിയില്ലേ? ഡെഫിനറ്റ്ലി വേണ്ടിയില്ലേ? എന്റെ പേര് വേണ്ടേ? ആരാ അയക്കുന്നതെന്ന് പറയണ്ടേ? അല്ലേ? അപ്പൊ ഏതായിരിക്കും ഓപ്ഷൻ? ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ ഏതായിരിക്കും? നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുന്നില്ല കേട്ടോ. ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ടോ?
ഏതടാ ഓപ്ഷൻ പറയടോ. ഞാൻ പറഞ്ഞു പോകുന്നതിനേക്കാൾ നല്ല നിങ്ങൾ പറയില്ല എന്ന് വിചാരിച്ചിട്ടാണ്. ഓപ്ഷൻ കാണുന്നില്ലേ? ആ ഓപ്ഷൻസ് ഉണ്ടാവും. ഒബ്ജക്റ്റീവ് അല്ലേ? ഓപ്ഷൻസ് കാണുന്നില്ലേ? ഇതോ തേർഡ് പാർട്ടി ഓപ്ഷൻസ്. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഡി അല്ലേ? ഫോർവേഡ് ആവുന്നില്ല. കാണുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ കാണുന്നില്ലേ? അണ്ടർ കസ്റ്റംസ് ബാഗേജ് ഇൻക്ലൂഡ്സ് ഏതാ? ബാഗേജ് ഇൻക്ലൂഡ്സ് ഏതാടാ? ആണോ? ബാക്കിയുള്ളവർക്ക് എവിടെ? എന്താരും ഒന്നും പറയാത്തത്? ബാഗേജ് ഇൻക്ലൂഡ്സ് അൺഅക്കമ്പനീഡ് ബാഗേജ് അല്ലെ? അൺഅക്കമ്പനീഡ് ബാഗേജ് ആണല്ലോ. ഓർമ്മല്ലേ? അൺഅക്കമ്പനീഡ് ബാഗേജ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ എന്തുകൊണ്ടായിരുന്നുണ്ട്? ഈസ് ആൾസോ ഇൻക്ലൂഡഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ടായിരുന്നു. ഒരു പോയിന്റ്. ഇനി ഇഫ് ദ ഇമ്പോർട്ടഡ് ഗുഡ്സ് ആർ ഡാമേജ്ഡ് ആൻഡ് ഇമ്പോർട്ടർ ഫീൽസ് ഇറ്റ് ഈസ് എ ടോട്ടൽ ലോസ്. ഓക്കെ, ഇമ്പോർട്ടഡ് ഗുഡ്സ് ഡാമേജ് ആണ്, ഇമ്പോർട്ടർക്ക് തോന്നുകയാണ് അത് മൊത്തമല്ല, നഷ്ടമാണ്. അപ്പൊ ഇമ്പോർട്ടർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നിർബന്ധമായിട്ടും എക്സ്പോർട്ട് ചെയ്യണം എന്നാണോ പറയുന്നത്? അല്ലെങ്കിൽ ഇയാള് പകുതി ഡ്യൂട്ടി അയച്ചിട്ട് ക്ലിയർ ചെയ്യാനാണോ പറയുന്നത്? അല്ലെങ്കിൽ ഇയാൾ നിർബന്ധമായിട്ടും ഡ്യൂട്ടി അടച്ച് ക്ലിയർ ചെയ്യണം എന്നാണോ പറയുന്നത്? ഇയാൾക്ക് ഈ സാധനം ഉപേക്ഷിച്ചിട്ട്, ടൈറ്റിൽ ഉപേക്ഷിച്ച് ഡ്യൂട്ടി അടയ്ക്കാതെ പോകാൻ പറ്റുമോ? ഏതായിരുന്നു? ഡി. ഓക്കെ, ഇയാൾക്ക് ഈ ഗുഡ്സ് ഉപേക്ഷിക്കാം, ടൈറ്റിൽ ഉപേക്ഷിച്ചിട്ട് ഡ്യൂട്ടി അടയ്ക്കാതെ ഗുഡ്സ് ഒഴിവാക്കി പോവാം. ഓക്കെ, ഇതാണ് ഇതിന്റെ ആൻസർ. ഇനി ഫോർ റീഫണ്ട് ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടി ആൻഡ് ഇൻട്രസ്റ്റ് ഇഫ് എനി thereon paid in excess by individuals claim has to be made. ഏതായിരുന്നു ആൻസർ? എത്ര സമയത്തിനുള്ളിൽ ക്ലെയിം ചെയ്യണം? ഇതൊരു 6 months കഥ ഉണ്ടായിരുന്നു, ഒരു 1 year കഥ ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ ടൈം ലിമിറ്റ് ഇല്ലാത്ത ഏതോ ഒന്നുണ്ടായിരുന്നു. ഏതാടാ? ആണോ? ഉറപ്പല്ലേ? 1 year എന്തിനായിരുന്നു? 1 year എന്തിനായിരുന്നു? ഇഫ് ദ കസ്റ്റംസ് ഡ്യൂട്ടി വാസ് പെയ്ഡ് അണ്ടർ പ്രൊട്ടസ്റ്റ്, പ്രൊട്ടസ്റ്റിന്റെ ഇടയിലാണ് എന്ത് ചെയ്തത്? കസ്റ്റംസ് ഡ്യൂട്ടി അടച്ചത് എങ്കിൽ ക്ലെയിം ഹാസ് ടു ബി ഫയൽഡ് ഫോർ റീഫണ്ട് വിത്തിൻ എത്ര സമയം?
എത്ര സമയമാണ്? ഡിയോ പ്രൊട്ടസ്റ്റിന്റെ സമയത്തോ ആണോ? ആണോ? ബട്ട് നമ്മൾ എങ്ങനെ പഠിച്ചത്? റീഫണ്ട് ക്ലെയിം ഷാൾ ബി ലോഡ്ജ്ഡ് വിത്തിൻ 6 months, usually counted from date of payment of duty, except in few cases. This period is 1 year in case of imports made by individual for personal use, or by government. അങ്ങനെയല്ലേ? ആലോചിച്ച് നോക്കിയേ, ഏതാണ് എങ്ങനെയാണ് വരുന്നത്? ഈ കേസില് ഇവിടെ ഇഫ് ഡ്യൂട്ടി വാസ് പെയ്ഡ് അണ്ടർ പ്രൊട്ടസ്റ്റ്, ടൈം ലിമിറ്റ് ഓഫ് 6 months or 1 year ഈസ് നോട്ട് അപ്ലിക്കബിൾ എന്നാണോ പറയുന്നത്? നോട്ട് അപ്ലിക്കബിൾ എന്നാണോ പറയുന്നത്? അല്ലേ? അപ്പൊ നിങ്ങൾ ഇവിടെ പറഞ്ഞ ആൻസർ ഏതാ? വിത്തിൻ 12 months, 6 months, 24 months, നോ ടൈം ലിമിറ്റോ? ഏതാ ആൻസർ വരാ? പ്രൊട്ടസ്റ്റ് ആണെങ്കിൽ ഏതാ ആൻസർ വരാ? നോ ടൈം ലിമിറ്റ് ആണ്. ഓക്കെ, ഇത് പേഴ്സണൽ യൂസ് ആണെങ്കിൽ 1 year ആണ്. ഓക്കെ, ഇനി ഇൻഡിവിജ്വൽസ് ഹാസ് ടു ബി ഇൻവോയ്സ് ഹാസ് ടു ബി റേസ്ഡ് ബൈ ദ സർവീസ് പ്രൊവൈഡർ വിത്തിൻ എത്ര ദിവസമായിരുന്നു? ഇൻവോയ്സ് എത്ര ദിവസത്തിനുള്ളിൽ ഇഷ്യൂ ഉണ്ട് സർവീസിന്റെ കേസിൽ? എത്ര ദിവസമായിരുന്നു? ഓർമ്മല്ലേ? എത്ര ദിവസമായിരുന്നു? ഓപ്ഷൻ ഇല്ലാതെന്ന് പറഞ്ഞേ. സർവീസിന്റെ കേസില്, ഗുഡ്സിന്റെ കേസിൽ ടൈം ഓഫ് റിമൂവല് അല്ലെങ്കിൽ എപ്പോഴാണോ സാധനം ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നത്, അല്ലെ? മൂവ്മെന്റ് ഇല്ല എങ്കിൽ എവിടെ വെച്ചാണോ സാധനം ഇഷ്യൂ ചെയ്യുന്നത്, അതാണ് എന്ത് പറഞ്ഞത്? ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ഡേറ്റ് എന്നൊക്കെ പറഞ്ഞു. സർവീസിന്റെ കേസ് ആണെങ്കിൽ എത്ര ദിവസത്തിനുള്ളിലാ പറഞ്ഞത്? എത്ര ദിവസത്തിനുള്ള? 30 ദിവസമല്ലേ? ആണോ? അല്ലേ? 30 ദിവസമാണ്. ഓക്കെ, 30 ദിവസം. ഇനി ലീവ് എൻകാഷ്മെന്റ് ഈസ് എക്സംപ്റ്റഡ് അപ് ടു ലോവർ ഓഫ് ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് ആൻഡ് ഏതാ? 5 ലക്ഷം 10 ലക്ഷമാണോ? 5 ലക്ഷം 12 മാസം? 5 ലക്ഷം 10 മാസമാണോ? 5 ലക്ഷം 12 മാസമാണോ? 3 ലക്ഷം 10 മാസമാണോ? 3 ലക്ഷം 12 മാസത്തെ സാലറി ആണോ? ഏതാ ലീവ് എൻകാഷ്മെന്റ്? സി ആണോ? ഉറപ്പാ? അപ്പൊ ലോവർ ഓഫ് ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് ഓർ 3 lakh ഓർ 10 months, അല്ലെ? സി ആണ് ഉത്തരം. ഓക്കെ, ഇനി ഡിഡക്ഷൻ അലോഡ് അണ്ടർ 80C ഫോർ ഇൻഡിവിജ്വൽ അണ്ടർ ഇൻകം ടാക്സ് ഈസ് എത്ര വരെ ഡിഡക്ഷൻ? പുതിയ ടെസ്റ്റിൽ ഇല്ല തോന്നുന്നു, ഇല്ലല്ലോ. 1,50,000 ആണ് കേട്ടോ.
ഈ ഏരിയ കണ്ടിട്ടില്ലല്ലോ ടെസ്റ്റിലെ 1,50,000 കണ്ടിട്ടില്ലല്ലോ. ഉണ്ടോ? മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാ. നിങ്ങൾ ടെസ്റ്റിൽ കണ്ടിട്ടുണ്ടോ? ടെസ്റ്റിൽ ഉണ്ടോടാ ഡിഡക്ഷൻസ്? 80 CCD എവിടെയോ കണ്ടിട്ടുണ്ട്, 80G കണ്ടിട്ടുണ്ട്. 80Cയുടെ കാര്യം പറയുന്നുണ്ടോ? നോക്കിയാലല്ലേ അല്ലേ. അപ്പോ വാട്ട് ഈസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇൻ കേസ് ഓഫ് ഷെയർസ് ഓർ യൂണിറ്റ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്? ഏതാ? അസറ്റ്സ് ഹെൽഡ് ഫോർ ലെസ് ദാൻ 36 മന്ത് ആണോ, മോർ ദാൻ 36 മന്ത് ആണോ, 12 മന്ത് ആണോ? ഏതാ? ഏതാടോ? എ ആണോ? ഞാൻ പറയുന്നത് സി ആണ്. അപ്പോഴോ? എ ആണോ? ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ. Equity or preference share in a company listed in a recognized stock exchange in India 2014 ശേഷം വിൽക്കുകയാണെങ്കിൽ പീരീഡ് ഓഫ് ഹോൾഡിംഗ് 12 മാസമാണ്. ഓക്കെ, 12 മാസത്തിന് മുകളിൽ ഉണ്ടെങ്കിൽ അത് എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പൊ 12 മാസത്തിന് താഴെയാണ് എന്ത്? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, ഇതെന്താ 36 മാസം എന്തിന്റെ കണക്കാ? ജനറലി 36 ആണ്, പക്ഷെ ഷെയർസ്, സെക്യൂരിറ്റി, ഡിബഞ്ചർ, യൂണിറ്റ്സ് ഓഫ് UTI, ഓക്കെ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്താണ്? 12 മാസമാണ്. ഈ ഡ്യൂ ഡേറ്റ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ഫോർ ഇൻഡിവിജ്വൽസ് വെർ ഓഡിറ്റ് ഈസ് നോട്ട് റിക്വയർഡ്. ഓഡിറ്റ് ഇല്ലാത്ത കേസിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട, ഇൻഡിവിജ്വൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് ഏതാ? ഏതാ? ഏതാടാ? ഇത് കണ്ടിട്ടില്ലേ? 31 ജൂലൈ ആണ്. ഓക്കെ, 31 ജൂലൈയിലാണ് ഓഡിറ്റ് ഇല്ലാത്ത കേസിൽ ഇൻഡിവിജ്വൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. ഇൻഡിവിജ്വൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട സമയം 31 ജൂലൈ ആണ്. ഓക്കെ, ഇനി ഇൻകം ടാക്സ് റേറ്റ് അപ്ലിക്കബിൾ ഫോർ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വേർ ഇൻഡെക്സേഷൻ ഈസ് റിക്വയർഡ്. ഇൻഡെക്സേഷൻ ആവശ്യമുള്ള കേസിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിന്റെ അപ്ലിക്കബിൾ ടാക്സ് റേറ്റ് എത്ര ശതമാനം? 30 ആണോ, 15 ആണോ, 20 ആണോ, 10 ആണോ? 30 ആണോ, 15 ആണോ, 20 ആണോ, 10 ആണോ? എത്രയാണ്? ഇൻകം ടാക്സ് പഠിച്ചില്ലേ? അതിൽ ടാക്സ് റേറ്റ് ഇല്ലേ? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എത്ര ശതമാനം? എത്ര ശതമാനം? പറയടോ, എത്ര ശതമാനമാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന്? നിങ്ങൾ പഠിച്ചതല്ലേ? ഇൻകം ടാക്സ് ആയിട്ട് ഫുൾ കഴിഞ്ഞതല്ലേ? ഇൻകം ടാക്സ് ഫുൾ കഴിഞ്ഞില്ലേ?
കഴിഞ്ഞു. ഈ ഏരിയ കേട്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ഇൻകം ടാക്സ് റേറ്റ് എവിടെങ്കിലുമൊക്കെ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ലോങ് ടേം ആണെങ്കിൽ 20%, ഷോർട്ട് ടേം ആണെങ്കിൽ 15% എന്നൊക്കെ കണ്ടിട്ടുണ്ടോ എവിടെങ്കിലും? ഇല്ലേ? 20% പ്ലസ് അപ്ലിക്കബിൾ സർചാർജ് പ്ലസ് സെസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? ഓർമ്മ ഉണ്ടോ? അതൊക്കെ വായിച്ചിട്ടില്ലേ? അപ്പൊ 20% ആണ്. ഓക്കെ. ഇനി ബേസിക് എക്സംഷൻ ലിമിറ്റ് അണ്ടർ ഇൻകം ടാക്സ് ഫോർ റെസിഡന്റ് സീനിയർ സിറ്റിസൺ ഹൂസ് ഏജ് ഈസ് മോർ ദാൻ 80 ഇയർ. 80 വയസ്സിനേക്കാൾ മൂത്ത ഒരാൾക്ക് അയാളുടെ ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണോ, 5 ആണോ, 2.5 ആണോ, 10 ആണോ? ബേസിക് എക്സംഷൻ ലിമിറ്റ് ഹലോ, 5 ആണോ എല്ലാരും? 5 ആണ് ബേസിക് എക്സംഷൻ ലിമിറ്റ്. ആയിക്കോട്ടെ. അപ്പൊ 60 വയസ്സിന് 60 to 80 ഉള്ള ആളാണെങ്കിലോ എത്രയാ ബേസിക് എക്സംഷൻ ലിമിറ്റ്? എത്രയാണ്? 3 ലക്ഷം. അപ്പോ ലെസ് ദാൻ 60 2.5 അത്രേ ഉള്ളൂ. ഓക്കെ. ഇനി ഡൊമസ്റ്റിക് കമ്പനിയുടെ ഇൻകം ടാക്സ് റേറ്റ് എത്രയാണ്? 30 ആണോ, 35 ആണോ, 20 ആണോ, 40 ആണോ? എത്രടാ? 30%. ഫോറിൻ കമ്പനിയുടെയോ? ഫോറിൻ കമ്പനി എത്രയാ? വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഇൻകം ടാക്സ് ഫോർ ഫോറിൻ കമ്പനി എക്സ്ക്ലൂഡിംഗ് സർചാർജ്? 40 ഉണ്ട്, 50 ഉണ്ട്, 30 ഉണ്ട്, 20 ഉണ്ട്. 40 ആണോ? 40. വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് മിനിമം ആൾട്ടർനേറ്റ് ടാക്സ് ഓൺ ബുക്ക് പ്രോഫിറ്റ്സ് ഫോർ അസസ്മെന്റ് ഇയർ 2014-15? മിനിമം ആൾട്ടർനേറ്റീവ് ടാക്സ് മാറ്റിന്റെ റേറ്റ് എത്രയാ? 12.5 ആണോ, 15 ആണോ, 20 ആണോ, 18 ആണോ? ഡി ആണോ? അപ്പോ ഡി ആണ്, 18.5. ഓക്കെ. ഇനി വിച്ച് ഫോം ടു ബി ഫയൽഡ് ഫോർ TDS റിട്ടേൺ ഫോർ സാലറി? ടെസ്റ്റിൽ ഈ ഫോംസ് ഇല്ലല്ലോ. ഫോംസ് ഇല്ല. ഇല്ലല്ലോ, പുതിയ ടെസ്റ്റിൽ ഇല്ലല്ലോ. ഈ ഫോംസ് എവിടെയും കണ്ടിട്ടുണ്ടോ? റിട്ടേണിന്റെ ഫോം ജസ്റ്റ് കണ്ടാ ഓർത്ത് വെക്കുക. സാലറി ആണെങ്കിൽ 24Q, നോൺ സാലറി ആണെങ്കിൽ 26Q. ഓക്കെ. നോൺ സാലറി ആണെങ്കിൽ 26Q, TCS ആണെങ്കിൽ 27EQ, TDS റിട്ടേൺ നോൺ റെസിഡന്റ് ആണെങ്കിൽ 27Q. ഇത് നിങ്ങളുടെ ടെസ്റ്റിൽ ഉണ്ടാവില്ല, ജസ്റ്റ് ആലോചിക്കുക. സാലറി ആണെങ്കിൽ 24Q, നോൺ സാലറി ആണെങ്കിൽ 26Q, TCS ആണെങ്കിൽ 27EQ, TDS ആണെങ്കിൽ 27Q. ഇനി വെബ്സൈറ്റ് ഫോർ സെൻട്രൽ എക്സൈസ് ആൻഡ് സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ ആൻഡ് റിട്ടേൺ ഏതായിരിക്കും? ഏതായിരിക്കും?
ഏതായിരിക്കും? CBEC, സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ്, cbec.gov.in. ഇത്രേ ഉള്ളൂ. എന്താണ് കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇനി ഞാൻ ചോദിക്കാട്ടോ ഓരോ ഏരിയന്ന്. നിങ്ങൾ ഫുള്ള് പഠിച്ചു കഴിഞ്ഞതല്ലേ? എല്ലാം സെറ്റ് ആണല്ലോ. GST വന്ന ഡേറ്റ് 1 ഏപ്രിൽ 2017, 15 ജൂലൈ 2017, 1 ജൂലൈ 2017, 1 ഓഗസ്റ്റ് 2017. ആ 1 ജൂലൈ 2017 അല്ലേ? ആണല്ലോ. അപ്പോ ഇത് 1 ജൂലൈ 2017. ഇനി അടുത്തൊരു ചോദ്യം, ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ആവുമ്പോ അവിടെ അപ്ലിക്കബിൾ ആവുന്ന ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ applicable GST. A. CGST only. B. SGST or UTGST only. C. Both CGST and SGST or UTGST. D. IGST only. ഏത് ഓപ്ഷനാ? സി അല്ലേ? സി ആണല്ലോ. ഇനി IGST ഏതായിട്ടാണ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റാത്തത്? ഏതായിട്ടെങ്കിലും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റാത്തതുണ്ടോ? IGST ഏതായിട്ടെങ്കിലും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റാത്തതുണ്ടോ? SGST ഏതായിട്ടെങ്കിലും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റാത്തതുണ്ടോ? SGST can be utilized against അല്ലെങ്കിൽ cannot be utilized against എന്ന് പറഞ്ഞിട്ട് ഈ 4 ഓപ്ഷൻ തരാണ്. SGST, CGST, UTGST, CGST അല്ലെ? അപ്പൊ CGST തിരിച്ചും ഓർക്കുക. ഇനി ഇന്ത്യൻ കസ്റ്റംസ് വാട്ടർ എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ ടെറിട്ടോറിയൽ വാട്ടർ പറഞ്ഞു 12 നോട്ടിക്കൽ മൈല്. കസ്റ്റം വാട്ടർ എത്രയായിരുന്നു? കസ്റ്റംസ് വാട്ടേഴ്സ് എത്ര നോട്ടിക്കൽ മൈലായിരുന്നു? 12 to 24. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ 200, ബിയോണ്ട് 200 ഹൈസീസ് അല്ലേ? മാർജിൻ ഓഫ് ഡംപിങ് ഓർമ്മ ഉണ്ടല്ലോ അല്ലെ?
ഗോൾഡിന്റെ എക്സംഷൻ ലേഡി പാസഞ്ചറിന് എത്ര ഗ്രാം വരെയായിരുന്നു, എത്ര ലക്ഷം വരെയാണ്? ഗോൾഡ് ഒരു കൊല്ലത്തിന് മുകളിൽ നിന്ന ഒരാൾക്ക് ഗോൾഡ് ഒരു ലേഡി പാസഞ്ചർ ആണെങ്കിൽ എത്ര ഗ്രാം ആണ്, എത്രയാണ് വാല്യൂ, എത്ര വാല്യൂ വരെയാണ്? അമലെ ഓക്കെയാണ്. പിന്നെ ബാക്കി വേറെ ആർക്കും ആൻസർ അല്ലേ? 40 ഗ്രാം 1 ലക്ഷം. ഓക്കെ. ആണാണെങ്കിലോ? ആണാണെങ്കിലോ 20 ഗ്രാം 50,000. ഓക്കെ. ഇനി നമ്മൾ GST ചാർജിങ് സെക്ഷൻ എന്ന് പറയുന്നത് 5-9 ഇൻകം ടാക്സിന്റെ ചാർജിങ് സെക്ഷൻ ഏതാ? ചാർജിങ് സെക്ഷൻ ഏത് സെക്ഷൻ പ്രകാരം ഇൻകം ടാക്സ് ചുമത്തുക? കൺവേർട്ട് ചോദിക്കാറുണ്ട്. ഏത് സെക്ഷൻ പ്രകാരം? 4 ആണ്. ഓക്കെ, സെക്ഷൻ 4. ക്ലിയർ? ഈ അസസ്മെന്റ് ഇയർ പ്രീവിയസ് ഇയർ എന്താ? അസസ്മെന്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എന്താടാ? ഏതാ അസസ്മെന്റ് ഇയർ? ഏത് കൊല്ലമാണോ അസസ് ചെയ്യുന്ന ഇയർ. അതെ, അസസ്മെന്റ് ഏത് കൊല്ലത്തെയാണോ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇയർ അല്ലെ? ഏത് കൊല്ലമാണോ അസസ് ചെയ്യുന്നത്, ഏത് കൊല്ലമാണോ ഇവാലുവേറ്റ് ചെയ്യുന്നത്, ഏത് കൊല്ലമാണോ അസസ് ചെയ്യുന്നത്, ആ കൊല്ലം അസസ്മെന്റ് ഇയർ. അതിന് തൊട്ട് മുമ്പത്തെ ഇയർ പ്രീവിയസ് ഇയർ. അപ്പൊ നമ്മളിപ്പോ കടന്നുകൊണ്ട് പോകുന്നത് ഏത് അസസ്മെന്റ് ഇയറാ? ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ ഏത് അസസ്മെന്റ് ഇയറാ? ഈ കൊല്ലം ഞാൻ ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ ഏത് അസസ്മെന്റ് ഇയറാ? ഈ കൊല്ലം എനിക്ക് കുറെ ഇൻകം ഫ്രം സാലറി ഉണ്ട്, ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, ബിസിനസ് ഓർ പ്രൊഫഷൻ ഉണ്ട്, അതർ സോഴ്സ് ഉണ്ട്, ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, എല്ലാം ഉണ്ടെന്ന് വിചാരിച്ചോ. ഇതൊക്കെ അസസ് ചെയ്യപ്പെടാ 22-23 അല്ലെ? അസസ്മെന്റ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് ഏതാ? ഫസ്റ്റ് ഏപ്രിൽ. ഓക്കെ. ഇനി റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പഠിച്ചല്ലോ, ഓർമ്മണ്ട? ഒരാൾ റെസിഡന്റ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യണം. എന്തൊക്കെയാണ് കണ്ടീഷൻ? അയാള് - 152 ദിവസം ഏത് കൊല്ലം? ഏത് കൊല്ലം? ഏത് കൊല്ലാണ് 152 ദിവസം? പ്രീവിയസ് ഇയർ. ഓക്കെ. അല്ലെങ്കിൽ അല്ലെങ്കിൽ 730 ദിവസം എന്തിനുള്ള കണ്ടീഷനാണ്? അത് ഏത് കണ്ടീഷനാടാ? 730 ദിവസമാണോ വരുന്നത്?
അനശ്വര 60 ഡേയ്സ് ഓർ 365 ഡേയ്സ് ആണോ? 60 ഡേയ്സ് ആൻഡ് 365 ഡേയ്സ് ആണോ? അർത്ഥം മാറും കേട്ടോ. ഓറും ആൻഡും മാറുമ്പോ അർത്ഥം മാറുവേ. അപ്പൊ 60 അതിൽ കൂടുതലോ ദിവസം എവിടെ കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ ഉണ്ടോ നോക്കുക. പ്ലസ് അയാൾ കഴിഞ്ഞ 4 വർഷത്തിൽ 365 ദിവസത്തിന് മുകളിലോ ഉണ്ടെങ്കിൽ ആ കണ്ടീഷനോ അല്ലെങ്കിൽ 152 ദിവസത്തിന് മുകളിലോ ഉണ്ടെങ്കിൽ എന്നുള്ള കണ്ടീഷനോ മീറ്റ് ചെയ്യുമ്പോഴാണ് അയാൾ എന്തെന്ന് പറയാ? റെസിഡന്റ് എന്ന് പറയാം അല്ലെ? റെസിഡന്റ് എന്ന് പറയാം. അപ്പൊ ഈ ഓർഡിനറി റെസിഡന്റ് ആവണമെങ്കിലാണ് നേരത്തെ നമ്മള് അമൽ പറഞ്ഞത് എന്താണ്? ഓർഡിനറി ഡേയ്സ് ഓർഡിനറി റെസിഡന്റ് ആവാനുള്ള കണ്ടീഷനാണ്. പ്രശ്നമല്ല, റെസിഡന്റ് തന്നെയാണ്. ഓർഡിനറി റെസിഡന്റ് ആവണമെങ്കിൽ 2 കണ്ടീഷൻ ഇല്ലേ? എന്താണ്? 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. ഏതൊക്കെയാണ് ആ കണ്ടീഷൻസ്? ഏതൊക്കെയാണ് ആ കണ്ടീഷൻസ്? കഴിഞ്ഞ 10 പ്രീവിയസ് ഇയറിൽ എത്ര കൊല്ലം അയാൾ റെസിഡന്റ് ആവണം? ഒന്ന് 730 ഡേയ്സ് ഡ്യൂറിങ് 730 ഡേയ്സ് ഓർ മോർ ഡ്യൂറിങ് 7 years immediately preceding relevant previous year. പിന്നെ 2 year out of 10. ഓക്കെ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? പിന്നെ ഗ്രാറ്റുവിറ്റിയുടെ എക്സംഷൻ എത്ര വരുന്നുണ്ട്? ഫിഗേഴ്സ് ആലോചിച്ചാൽ മതി. എത്ര എമൗണ്ട് ഉണ്ട്? ഗ്രാറ്റുവിറ്റി എക്സംഷൻ എത്ര ഫിഗർ വരെയാണ്? ഓപ്ഷൻ 1 ലക്ഷം, 10 ലക്ഷം, 5 ലക്ഷം, 15 ലക്ഷം. 10 ലക്ഷം ആണോ? ലീവ് എൻകാഷ്മെന്റ് നിങ്ങൾ നേരത്തെ പറഞ്ഞു. ലീവ് എൻകാഷ്മെന്റ് എങ്ങനെയായിരുന്നു? ലോവസ്റ്റ് ഓഫ് 10 month സാലറി ഓർ 3 lakh ഓർ ആക്ച്വൽ സമ്മർ അഷ്വേർഡ് റിസീവ്ഡ് അല്ലെ? വോളണ്ടറി റിട്ടയർമെന്റ് ബെനിഫിറ്റ് എത്ര വരെയാണ് എക്സംപ്റ്റ്? വോളണ്ടറി റിട്ടയർമെന്റ് ബെനിഫിറ്റ് VRS 5 ലക്ഷം ആണല്ലോ. മെഡിക്കൽ ട്രീറ്റ്മെന്റ് എത്ര വരെയാണ്? സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ഇൻഷുറൻസ് പ്രീമിയം എത്ര വരെയാണ്? സീനിയർ സിറ്റിസൺ ആണെങ്കിൽ. ബാക്കിയുള്ളവർക്ക് 15,000. ഗിഫ്റ്റ് എത്ര വരെ എക്സംപ്റ്റ് ആണ്? സാലറിയില് $5,000 അല്ലെ? എന്റർടൈൻമെന്റ് അലവൻസ് എത്ര വരെ എക്സംപ്റ്റ് ആണ് ഗവൺമെന്റ് എംപ്ലോയീസിന്? $5,000. ഹൗസ് പ്രോപ്പർട്ടിയിൽ എന്തൊക്കെ ഡിഡക്ഷൻ ചെയ്യാം? എന്തൊക്കെ ഡിഡക്ട് ചെയ്യും? ആദ്യം നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ കാണും, ലെസ് മുനിസിപ്പൽ ടാക്സ്, നെറ്റ് ആനുവൽ വാല്യൂ. അതിൽ നിന്നും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എത്ര കുറയ്ക്കും? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30%. പിന്നെ എന്തെങ്കിലും കുറയ്ക്കാൻ പറ്റുമോ? പിന്നെന്തെങ്കിലും കുറയ്ക്കാൻ പറ്റുമോ? ഞാൻ കടം വാങ്ങിയ ഒരു വീടുണ്ടാക്കി. ഓക്കെ, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തൊരു വീടുണ്ടാക്കി.
അതിന് ഇൻട്രസ്റ്റിന് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇൻട്രസ്റ്റ്, റീപേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര? 2 ലക്ഷം. അത് തന്നെ 30,000 എന്തിന്റെ കേസിലാണ്? റിപ്പയറിന് വേണ്ടിയിട്ടുള്ള ബോറോഡ് ക്യാപിറ്റലിന്റെ ഇൻട്രസ്റ്റ്. റിപ്പയറിന് വേണ്ടി വന്ന ബോറോഡ് ക്യാപിറ്റലിന്റെ ഇൻട്രസ്റ്റ് ഡിഡക്ഷൻ എത്ര വരെയാണ്? 30,000. ഓക്കെ. ഗിഫ്റ്റ് അതർ സോഴ്സിൽ എത്ര വരെ എക്സംപ്റ്റ് ആണ്? $50,000. റിലേറ്റീവിന്റെയും ഗിഫ്റ്റിന്റെയും റിലേറ്റീവിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതോ? നമ്മൾ കല്യാണം പോലുള്ള സ്പെഷ്യൽ ഒക്കേഷനിൽ അതും എന്താണ്? എക്സംപ്റ്റ് ആണ്. ഓക്കെ, സ്പെഷ്യൽ ഒക്കേഷനിൽ കിട്ടുമ്പോൾ. ഇനി ബാങ്കിന്റെ ഇൻട്രസ്റ്റിലെ 80TT ആണ് സെക്ഷൻ. സെക്ഷൻ നിങ്ങൾക്ക് ആവശ്യമില്ല. ബാങ്കിന്റെ ഇൻട്രസ്റ്റ് എത്ര വരെ എക്സംപ്റ്റ് ആണ്? ബാങ്കിൽ നിന്നുള്ള ഇൻട്രസ്റ്റ്, സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിന്റെ. നമ്മൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് വരുമല്ലോ. അപ്പൊ ഈ ഇൻട്രസ്റ്റ് എത്ര 1000 അല്ലെങ്കിൽ എത്ര ലക്ഷം വരെ എക്സംപ്റ്റ് ആണ്? 10,000 ആണോ? മാറ്റിന്റെ പെർസെന്റേജ് എത്രയാണ്? 18.5. HRA ഡിഡക്ഷൻ എങ്ങനെയായിരുന്നു? HRA ഡിഡക്ഷൻ, HRA നമുക്ക് തരുന്ന അലവൻസ് ആണ്, ഹൗസ് റെന്റ് അലവൻസ്. അതിന്റെ ഡിഡക്ഷൻ എങ്ങനെയായിരുന്നു? എത്ര പെർസെന്റേജ് വെച്ചിട്ട് പിന്നെ എത്ര പെർസെന്റേജിന്റെ മുകളിൽ എന്തോ അടയ്ക്കുമ്പോ അല്ലെങ്കിൽ ആക്ച്വൽ ഇത് തമ്മില് എന്തോ ചെക്ക് ചെയ്തിട്ട് എന്തോ കിട്ടില്ലേ? അതല്ല HRA. ഇങ്ങനെ HRA കാണാം. ഏതൊക്കെ തമ്മിൽ ലോസ്റ്റ് ആടാ HRA എക്സംഷൻ? ഞാൻ വീടിന് റെന്റ് കൊടുക്കുന്നത് എന്റെ അക്കോമഡേഷൻ മുംബൈയിലാന്ന് വിചാരിച്ചോ. ഇപ്പൊ സാലറിയുടെ എത്ര പെർസെന്റേജാ? എത്ര പെർസെന്റേജാ? 15. HRA 15 അല്ല 50. 15 അല്ല 50% ഇൻ കേസ് ഓഫ് മെട്രോപൊളിറ്റൻ സിറ്റീസ് ലൈക്ക് കൊൽക്കത്ത, മുംബൈ, ഡൽഹി, ചെന്നൈ അല്ലെ? 40% ബാക്കിയുള്ള സ്ഥലം. ഓർ പിന്നെ എത്രയാണോ എന്റെ സാലറി അതിന്റെ 10% മുകളിൽ എത്രയാണോ ഞാൻ റെന്റ് അടയ്ക്കുന്നത്, ഓഫ് റെന്റ് പെയ്ഡ് ഓവർ പെർസെന്റേജ് ഓഫ് സാലറി, ഓർ എത്രയാണോ എനിക്ക് ആക്ച്വൽ അലവൻസ് കിട്ടിയത്, ഇതിൽ ഏതാണോ ഏറ്റവും ചെറുത് അതാണ് എന്റെ എക്സംഷൻ അല്ലെ? ആണല്ലോ. ഇനി ഡിപ്രീസിയേഷൻ റേറ്റ്സ് ഒന്ന് ചുമ്മാ നോക്കി വെച്ചേക്കണേ. റേറ്റ്സ് ഓർമ്മ ഉണ്ടല്ലോ. റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ എത്ര ശതമാനം റേറ്റ്? ഡിപ്രീസിയേഷന്റെ റേറ്റ്, സ്റ്റാൻഡേർഡ് റേറ്റ്, ഇൻകം ടാക്സ് ആക്ട് പ്രകാരമുള്ള റേറ്റ്
റെസിഡൻഷ്യൽ ബിൽഡിംഗ് 5%. അതേപോലെ കുറച്ച് എന്താ പറയാ, ജനറൽ മെഷീനറി ആണെങ്കിൽ 15%, സോഫ്റ്റ്വെയർ ആണെങ്കിൽ 60%, ബുക്ക് ആണെങ്കിൽ 100%. ഓക്കെ, ആനുവൽ സബ്സ്ക്രിപ്ഷൻ ആണെങ്കിൽ ഇങ്ങനെ കുറച്ച് സാധനം ഉണ്ട്. ആ 75ാമത്തെ പേജിൽ ഉണ്ടാവും കേട്ടോ. ഒന്ന് ജസ്റ്റ് വെറുതെ ഒന്ന് വായിച്ചു നോക്കുക, ഇൻ കേസ് അവിടുന്ന് ഒരു ചോദ്യം വന്നാലോ. ഓക്കെ, പിന്നെ വരുന്ന ഏരിയ അഡ്വാൻസ് ടാക്സ് അടയ്ക്കേണ്ടത് എപ്പോഴാ? അഡ്വാൻസ് ടാക്സ് എപ്പോഴായിരിക്കും അഡ്വാൻസ് ടാക്സ് അടയ്ക്കേണ്ടിയില്ല? അഡ്വാൻസ് ആയിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് എത്ര ടാക്സ് വരും അത് നമ്മൾ അടയ്ക്കണം അല്ലെ? അപ്പൊ 15 ജൂണിനുള്ളിൽ എത്ര ശതമാനമെങ്കിലും നമ്മൾ അടച്ചിട്ടുണ്ടാവണം? എത്ര ശതമാനമെങ്കിലും നമ്മൾ അടച്ചിട്ടുണ്ടാവണം? എത്ര ശതമാനമെങ്കിലും നമ്മൾ അടച്ചിട്ടുണ്ടാവണം? പതിനഞ്ച് ജൂണിനുള്ളിൽ 15%, 15, 45, 75, 100 ഇങ്ങനെ പഠിക്കുക. എന്നിട്ട് എല്ലാ ക്വാർട്ടർ കഴിഞ്ഞും എല്ലാ ക്വാർട്ടറിന്റെയും അവസാന മാസത്തില് 15-ാം തീയതിയുടെ ഉള്ളില്. ഓക്കെ, അപ്പൊ ഏപ്രിൽ, മെയ്, ജൂണ്, അപ്പൊ ജൂൺ 15-നുള്ളില് 15% അടയ്ക്കുക. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക? ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, സെപ്റ്റംബർ 15-നുള്ളില് എന്ത് ചെയ്യുക? 45% അഡ്വാൻസ് ടാക്സ് അടയ്ക്കുക. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഡിസംബർ 15-നുള്ളിൽ എത്ര ശതമാനം? എത്ര ശതമാനം? 75%. ഇനി 15 ലാസ്റ്റ് മാസം 15-ാം തീയതിയുടെ എത്ര അടയ്ക്കണം? 100%. ഇനി ഇൻട്രസ്റ്റ് എത്ര ശതമാനം? നമ്മളിത് കറക്റ്റ് സമയത്ത് അടച്ചിട്ടില്ല. ഇൻട്രസ്റ്റ് എത്ര ശതമാനം? ഇൻട്രസ്റ്റ് റേറ്റ് 234B(c) എത്ര പെർസെന്റേജാ ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടത്? അഡ്വാൻസ് ടാക്സ് സമയത്ത് അടച്ചിട്ടില്ലെങ്കിൽ എത്ര ശതമാനം ഇൻട്രസ്റ്റ്? 1% ആണ്. ഓക്കെ, 1%. അതും ആലോചിക്കുക. ആ ക്വസ്റ്റ്യൻ ഉണ്ടാവാം. ഇന്നിപ്പോ ചോദിക്കാൻ ഏരിയയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോ സർചാർജ് നോക്കിക്കുക. 50 ലക്ഷം മുതൽ 1 കോടി വരെ സർചാർജ് എത്രയാണ്? 50 ലക്ഷം മുതൽ 1 കോടി വരെ സർചാർജ് എത്രയാണ്? എന്റെ ഇൻകം 50 ലക്ഷത്തിന് മുകളിലാണ്, 1 കോടിക്ക് താഴെയാണ്. ഞാൻ എന്റെ നോർമൽ ടാക്സിന് പുറമെ ആ ടാക്സിന് മുകളിൽ 10% കൂടെ സർചാർജ് അടയ്ക്കണം. അപ്പൊ എത്രയാ? എത്രയാണോ എന്റെ 50 ലക്ഷത്തിന് മുകളിൽ എമൗണ്ട് വരുന്നത്, അതിന് മുകളിൽ എത്രയാണോ അപ്ലിക്കബിൾ ടാക്സ്, ആ ടാക്സിന് മുകളിൽ ഞാൻ എന്ത് ചെയ്യണം? 10% ടാക്സും കൂടെ അടയ്ക്കണം. ഓക്കെ, സർചാർജും കൂടെ അടയ്ക്കണം. ഇനി അവിടെ അപ്ലിക്കബിൾ ആയിട്ടുള്ള സെസ്സും എന്ത് വരും? അപ്ലിക്കബിൾ ആയിട്ട് വരും. ഓക്കെ, സെസ് 3% എന്തിനു മുകളിൽ വരും? ഈ ഇൻകം പ്ലസ് സർചാർജ്. ഇനി 1 കോടിയുടെ മുകളിലാണെങ്കിൽ സർചാർജ് എത്രയാ? 1 കോടിയുടെ മുകളിലാണെങ്കിൽ സർചാർജ് എത്രയാ? എത്രയാ? 15% കേട്ടോ, 15%. ഓക്കെ, 15%. ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സിന്റെ റേറ്റ് എത്രയാ? DDT, ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സിന്റെ റേറ്റ് എത്രയാ? എത്രയാണ്?
15% കേട്ടോ, 15%. DDT, ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് 15%. ഓക്കെ. ഇനി കോർപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എത്രയാണ് ടാക്സ് റേറ്റ്? ഇൻകം ടാക്സ് 10,000 രൂപ വരെയാണ് ഇൻകം എങ്കിൽ എത്രയാണ് ടാക്സ് റേറ്റ്? കോർപ്പറേറ്റീവ് സൊസൈറ്റി ഇൻകം 10,000-ന് താഴെയാണെങ്കിൽ എത്ര ശതമാനം ടാക്സ് അടയ്ക്കണം? എത്ര ശതമാനം ടാക്സ് അടയ്ക്കണം? 10. 10,000 മുതൽ 20,000 വരെ 20,000-ന് മുകളിൽ 30 അല്ലേ? 10,000 വരെ 10%, 10,000 മുതൽ 20,000 വരെ 20%, 20,000-ന് മുകളിൽ 30%. പിന്നെ TDS-ന്റെ റേറ്റ്സ് ഒന്ന് നോക്കുക. ഇന്നിപ്പോ എന്താ ഏരിയ ഉള്ളത്? ഇത് നമ്മുടെ ടാക്സ് ഇൻവോയ്സ്, ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ടാണ്. ഞാൻ ചോദിക്കാം, എത്ര കോടി വരെയാണ് നമ്മുടെ എമൗണ്ട് HSN വേണ്ടാത്തത്? എന്റെ പ്രീവിയസ് ഇയർ ടേൺ ഓവർ എത്ര കോടിക്ക് താഴെയാണെങ്കിൽ HSN വേണ്ട? HSN ഓർമ്മല്ലേ? ഹാർമണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ. എത്ര കോടിക്ക് താഴെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണ്ട? 1.5 കോടി. അപ്പൊ 1.5 മുതൽ 5 കോടി വരെ ആണെങ്കിൽ എത്ര ഡിജിറ്റ് വെക്കണം? 2. 5 കോടിന് മുകളിൽ 4 അല്ലെ? ഇമ്പോർട്ട് എക്സ്പോർട്ട് ആണെങ്കിലോ? ഇമ്പോർട്ട് എക്സ്പോർട്ട് ആണെങ്കിൽ 8 ഡിജിറ്റ്. ഓക്കെ, 8 ഡിജിറ്റ്. 8 ഡിജിറ്റ്. ഇനി നമ്മൾ കൺസോളിഡേറ്റഡ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ എത്ര രൂപയുടെ താഴെ ആയിരിക്കണം എമൗണ്ട് എന്ന് പറഞ്ഞു? എത്ര രൂപയുടെ താഴെ ആയിരിക്കണം എമൗണ്ട്? എത്ര രൂപയുടെ താഴെ ആയിരിക്കണം? കൺസോളിഡേറ്റഡ് ടാക്സ് ഇൻവോയ്സ് ഇല്ലേ, ഞാൻ ഒരു രജിസ്റ്റർ ചെയ്യാത്ത ആൾക്ക് ഇത്ര രൂപയുടെ താഴെയുള്ള സാധനം വിൽക്കാണ്, അയാൾക്ക് ടാക്സ് ഇൻവോയ്സ് വേണ്ട എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നില്ലേ? 200. എന്തായിരുന്നു? ഞാൻ സപ്ലൈ ചെയ്യുന്നുണ്ട്, എന്റെ റെസിപ്പിയന്റിന് ടാക്സ് ഇൻവോയ്സ് വേണ്ട, എമൗണ്ട് 200-ൽ താഴെയാണ് അല്ലെ? പിന്നെന്താ? നമ്മൾ എന്ത് ചെയ്യണം? മാസാവസാനം, ഓരോ ദിവസം അവസാനം എന്ത് ചെയ്യണം? കൺസോളിഡേറ്റഡ് ടാക്സ് ഇൻവോയ്സ് റൈസ് ചെയ്യണം അല്ലെ? മാസാവസാനം ബാങ്കിന്റെ കേസിലാണ്. ഓക്കെ. ഇൻട്രസ്റ്റിന്റെ റേറ്റ്സ് എത്രയാ? ഇൻട്രസ്റ്റിന്റെ റേറ്റ് നമ്മൾ അങ്ങോട്ട് അടയ്ക്കാനുള്ളത് എത്രയ്ക്കായിരുന്നു? എത്രയായിരുന്നു? ഫ്രോഡ് അല്ലാത്ത കേസ് ആണെങ്കിൽ എത്രയായിരുന്നു? ഇന്റൻഷനലി ചെയ്തതല്ല, നമ്മള് ഫെയിൽ പോയി. ഓക്കെ, നമ്മൾ തെറ്റായിട്ട് അല്ലെങ്കിൽ അമിതമായിട്ട് ക്രെഡിറ്റ് എടുത്തതല്ല, നമ്മൾ അടയ്ക്കാൻ വൈകി. അങ്ങനെയാണെങ്കിൽ എത്ര ശതമാനം ഇൻട്രസ്റ്റാ? എത്ര ശതമാനം ഇൻട്രസ്റ്റാ? ടാക്സ് അടയ്ക്കാൻ വൈകി കഴിഞ്ഞാൽ എത്ര ശതമാനം ഇൻട്രസ്റ്റ് ആയിരുന്നു? ഏ 18. ഇത് നോക്കി പറയണം, നിങ്ങൾ ടൈം എടുക്കുന്നുണ്ടല്ലോ, നമ്മൾ പഠിച്ച ഏരിയല്ലേ. ഇനി ഞാന് ഓവറായിട്ട് ക്രെഡിറ്റ് യൂസ് ചെയ്തു, അല്ലെങ്കിൽ അടയ്ക്കേണ്ട എമൗണ്ട് ഞാൻ ഫുള്ള് കുറച്ച് കാണിച്ച് അടച്ചു, അങ്ങനെയാണെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഫ്രോഡ് പരിപാടി എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ റേറ്റ് എത്രയും?
എക്സസ് ക്ലെയിം എടുത്തിട്ടുണ്ടെങ്കിൽ എത്ര റേറ്റ്? 24. റീഫണ്ടിന്റെ കേസിൽ എത്രയായിരുന്നു? അപ്പലറ്റ് അതോറിറ്റിയുടെ കേസിൽ മാത്രം അപ്പലറ്റ് ഓർഡർ വന്നതിന് ശേഷം 60 ദിവസത്തിനുള്ളിൽ തന്നിട്ടില്ല എങ്കിൽ മാത്രം അവിടെ 9%. നോർമലി എത്രയാണ്? 6% അവിടുത്തെ റേറ്റ് വരിക അല്ലെ? ക്രെഡിറ്റ് നോട്ട് എന്തിന് ഇഷ്യൂ ആയിരുന്നു? ക്രെഡിറ്റ് നോട്ട് വാല്യൂ കൂട്ടാനോ കുറയ്ക്കാനോ? കൂട്ടാൻ കുറയ്ക്കാൻ. ഇനി നമ്മൾ ഓവർ ദ കൗണ്ടർ ഡെപ്പോസിറ്റ്, നമ്മൾ ബാങ്കിൽ നിന്ന് ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യാം, ഇലക്ട്രോണിക് വഴി അല്ലാതെ ഡെപ്പോസിറ്റ് ചെയ്യാന്ന് പറഞ്ഞു അല്ലെ? ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ അതിന് എന്തെങ്കിലും ലിമിറ്റ് ഉണ്ടോ? ക്രെഡിറ്റ് നോട്ട് കുറയ്ക്കാനും ഡെബിറ്റ് നോട്ട് കൂട്ടാനും. ഓക്കെ. ഇനി ബാങ്കില് ഓവർ ദ കൗണ്ടർ ഡെപ്പോസിറ്റ് നമുക്ക് NEFT ചെയ്യാം, RTGS ചെയ്യാം, നെറ്റ് പേയ്മെന്റ് ചെയ്യാം ഒക്കെ പറഞ്ഞു. അതിന് കൂടെ ഒരു ഓവർ ദ കൗണ്ടർ പേയ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നുണ്ട്, ബാങ്കിൽ പോയിട്ട് ഡയറക്റ്റ് അടയ്ക്കുന്നത്. അതിന് എന്തെങ്കിലും ലിമിറ്റ് ഉണ്ടോ? എത്രയായിരുന്നു ലിമിറ്റ്? ആർക്കും ഓർമ്മയില്ല? 10,000 അല്ലെ? 10,000 ആണല്ലോ. രജിസ്ട്രേഷൻ ചെയ്യേണ്ട ലിമിറ്റ് എത്രയാ? സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സിലാണെങ്കിൽ ഇത്ര, അല്ലെങ്കിൽ ഇത്ര എന്ന് പറഞ്ഞില്ലേ? എത്രയാ? രജിസ്ട്രേഷൻ ചെയ്യേണ്ട ലിമിറ്റ് എത്രയാ? ഞാൻ ഓപ്ഷൻസ് ഇല്ലാതെ ചോദിക്കുന്നു, അവർ ഓപ്ഷൻസ് തരുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ. രജിസ്ട്രേഷന്റെ ലിമിറ്റ് എത്രയാടാ? ജനറൽ കാറ്റഗറി സ്റ്റേറ്റ്സ് എത്ര വരിക? സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് എത്ര വരിക? ഓപ്ഷൻ വേണോ? ഓർമ്മല്ലേ? ലക്ഷം ജനറൽ കാറ്റഗറി. സ്പെഷ്യൽ കാറ്റഗറിയോ? നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് 10 ലക്ഷം അല്ലെ? ഇനി കോമ്പോസിഷന്റെ പലർക്കും പല റേറ്റ് ആയിട്ട് പഠിച്ചില്ലേ? മാനുഫാക്ചറർക്ക് എത്ര ശതമാനം കോമ്പോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ടാക്സ് പേയേഴ്സിന് കുറഞ്ഞ ടാക്സ് അടയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ ആണ്. അവർക്ക് ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല, അവർ ക്വാർട്ടർലി ആണ് റിട്ടേൺ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. ട്രേഡർ ആണെങ്കിൽ, മാനുഫാക്ചറർ ആണെങ്കിൽ 1% അനുസര. അപ്പോ ട്രേഡർ ആണെങ്കിലോ? ചോദിക്കട്ടോ, കോമ്പോഷന്റെ റേറ്റ് ഒക്കെ ചോദിക്കാം. എത്രയായിരിക്കും? 1%. റെസ്റ്റോറന്റ് 5% ആണല്ലോ. GSTIN എത്ര ഡിജിറ്റാ? എത്ര ഡിജിറ്റാ? 15 ഡിജിറ്റ് ആണോ? ബാക്കിയുള്ളവരൊക്കെ എവിടെ? 15 ഡിജിറ്റ് ആണോ? 15 ഡിജിറ്റ്. ആദ്യത്തെ 2 ഡിജിറ്റ് നമ്മൾ 32, പിന്നെ ഒരു പാൻ ഉണ്ടാവും, പിന്നെ പിന്നെന്താ
സ്റ്റേറ്റിന്റെ ഒരു നമ്പർ ഉണ്ടാവും, അതേപോലെ ഒരു സെറ്റ് എന്ന് പറഞ്ഞ ഡീഫോൾട്ട് ആയിട്ട് ഒരു സെറ്റ് ഉണ്ടാവും, പിന്നെ ലാസ്റ്റ് ഡിജിറ്റ് ഒരു നമ്പറോ ആൽഫബറ്റോ ഉണ്ടാവും. ഓക്കെ, ഇനി ടൈം ഓഫ് സപ്ലൈയില് ഗുഡ്സിന്റെ കേസിൽ ടൈം ഓഫ് സപ്ലൈ എപ്പോഴാ? ഗുഡ്സിന്റെ കേസിൽ ടൈം ഓഫ് സപ്ലൈ എന്നാ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത്? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് ആണോ? ഇൻവോയ്സ് ഇഷ്യൂയിങ് ഇൻവോയ്സ് പിന്നെ എന്തെങ്കിലും കമ്പയർ ചെയ്യണോ? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് അല്ലെങ്കിൽ എന്നാണോ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടിയിരുന്ന ഡേറ്റ്? ഓക്കെ, ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് പേയ്മെന്റ് അല്ലെ? എന്നാണോ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത് അല്ലെങ്കിൽ എന്നാണോ പേയ്മെന്റ് റിസീവ് ചെയ്യുന്നത് ആ ഡേറ്റ്. ഇനി സർവീസ് ആണെങ്കിലോ? സർവീസ് ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 30 ദിവസത്തിനുള്ളിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതാ എടുക്കുക? എന്തെങ്കിലും ഒരു സർവീസ് കഴിഞ്ഞു കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ ഞാൻ എന്ത് ചെയ്യണം? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ ഇൻവോയ്സ് കറക്റ്റ് ഇഷ്യൂ ചെയ്തിട്ടില്ല എങ്കിൽ ഏതാടാ? ബുക്ക്ഡ് ഇൻ അക്കൗണ്ട് അതല്ല, അത് നമ്മളതല്ലേ, എന്താ പറയാ, പേയ്മെന്റിന്റെ ഡേറ്റ്. ഏതാ പേയ്മെന്റ്? എന്നാണോ ബുക്കിൽ അക്കൗണ്ട് ചെയ്തത് അല്ലെങ്കിൽ എന്നാണോ ബാങ്കിൽ ക്രെഡിറ്റ് ആയത്? ചോദിച്ചത് അതല്ല, അത് ഡേറ്റ് ഓഫ് പേയ്മെന്റ് ഏതാന്നുള്ളത്. ഞാൻ ചോദിച്ചത് ഇതാണ്, സർവീസിന്റെ കേസിൽ ഏതാണ് ടൈം ഓഫ് സപ്ലൈ? ഓക്കെ, സർവീസിന്റെ കേസിൽ ഒരു സർവീസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. അങ്ങനെ 30 ദിവസത്തിനുള്ളിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമ്മൾ കമ്പയർ ചെയ്യുക ഏതാ? ആ ഇൻവോയ്സ് ഡേറ്റ് അല്ലെങ്കിൽ റെസിപ്റ്റ് ഓഫ് പേയ്മെന്റ് വിച്ച് എവർ ഈസ് ഏർലിയർ ആണ്. ഓക്കെ, ഇനി 30 ദിവസത്തിനുള്ളിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടില്ല എങ്കിൽ എന്നാണോ സർവീസ് നടന്നത് ആ ഡേറ്റ് അല്ലെങ്കിൽ റെസിപ്റ്റ് ഓഫ് പേയ്മെന്റ് വിച്ച് എവർ ഈസ് ഏർലിയർ ആണ് നമ്മൾ നോക്കുക. ഓക്കെ, അങ്ങനെ പിന്നെ വാല്യൂ സപ്ലൈ നമ്മൾ കുറച്ച് കാര്യം പഠിച്ചു, ഡിസ്കൗണ്ട്, പിന്നെ എന്തൊക്കെ ആഡ് ചെയ്യണം. ഡേയ്സ് ഓഫ് സപ്ലൈ പറഞ്ഞു, പിന്നെ എന്തായിരുന്നു? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓർമ്മ ഉണ്ടാവും. കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടണമെങ്കിൽ? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടണമെങ്കിലുള്ള കണ്ടീഷൻ എന്തൊക്കെയായിരുന്നു? കണ്ടീഷൻ കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടണമെങ്കിലുള്ള കണ്ടീഷൻസ്? നമ്മളെ കയ്യില് എന്ത് വേണം? ഇൻവോയ്സ് വേണം, ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് ആക്ച്വലി റിസീവ് ചെയ്തിട്ടുണ്ടാവണം അല്ലേ? ഇൻവോയ്സ്, ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് ആക്ച്വലി റിസീവ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ എന്തൊക്കെ വേണം? സപ്ലയർ ടാക്സ് ഗവൺമെന്റിലോട്ട് അടച്ചിട്ടുണ്ടാവണം, ഞാൻ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടാവണം, റെസിപ്പിയന്റ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടാവണം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ, ഇന്നിപ്പോ എന്താ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ഏതെങ്കിലും പറയേണ്ടതുണ്ടോ? ഏതെങ്കിലും ഏരിയ നിങ്ങൾ വായിച്ചപ്പോൾ ഡൗട്ട് തോന്നിയതോ എന്തെങ്കിലും ആയിട്ട്? ഫുള്ളൊന്നും കൂടെ വായിച്ചു നോക്കുക. പിന്നെ മോക്ക് ടെസ്റ്റ് വരുമ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. മോക്ക് ടെസ്റ്റിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടാത്തത് ഉണ്ടെങ്കിൽ സൈറ്റിൽ വരും, എന്തായാലും മോക്ക് ടെസ്റ്റ് എനേബിൾ ആവേണ്ടതാണ്.
ഓക്കെ, അതിന് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ മോക്ക് ടെസ്റ്റ് ഫുള്ള് ചെയ്ത് നോക്കുക. ഇന്നലത്തെ അല്ല, നമ്മളെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സോ അതിന് എന്തെങ്കിലും ഒരു വിൻഡോ എനേബിൾ ആവേണ്ടതാണ്. അപ്പൊ എന്ത് ചെയ്യുക, അത് ചെയ്ത് നോക്കുക. എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഏതെങ്കിലും ഏരിയ. പിന്നെ നമ്മൾ സെന്ററിനും സ്റ്റേറ്റിനും എന്താ ഗുഡ്സിന്റെയും സർവീസിന്റെയും കളക്ട് ചെയ്യാൻ, എന്താ പറയാ, ടാക്സ് കളക്ട് ചെയ്യാനുള്ള പവർ നൽകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നില്ലേ, അതെന്തായിരുന്നു? കോൺസ്റ്റിറ്റ്യൂഷണൽ 100ാമത്തെ അമെന്റ്മെന്റ് ആണോ, 101ാമത്തെ അമെന്റ്മെന്റ് ആണോ, 102ാമത്തെ അമെന്റ്മെന്റ് ആണോ, 110ാമത്തെ അമെന്റ്മെന്റ് ആണോ? 101 അല്ലെ, 101 അമെന്റ്മെന്റ്. പിന്നെ ഇപ്പൊ എന്താടാ ഇതിൽ ഞാൻ ഏതെങ്കിലും ഏരിയ ഇനി പറയേണ്ടതുണ്ടോ? നിങ്ങൾക്ക് ഏതെങ്കിലും ഏരിയ ഡൗട്ട് ഉണ്ടോ? ഇൻകം ടാക്സ് ആയിക്കോട്ടെ, GST ആയിക്കോട്ടെ, കസ്റ്റംസ് ആയിക്കോട്ടെ. യൂണിയൻ ടെറിട്ടറീസ് ഒക്കെ ഓർമ്മ ഉണ്ടല്ലോ. യൂണിയൻ ടെറിട്ടറീസ് ഏതൊക്കെയായിരുന്നു? ലക്ഷദ്വീപ്, പിന്നെ ഡാം ആൻഡ് ഡ്യൂ, ആൻഡമാൻ ആൻഡ് നിക്കോബർ, പിന്നെ ഡി വെച്ചിട്ട് ഒന്നും കൂടെ അല്ലേ? ദാദ്ര ആൻഡ് നാഗർ ഹവേലി, ചണ്ഡീഗഡ് അല്ലെ? ചണ്ഡീഗഡ് ഒരു ഏരിയ ഉണ്ടായിരുന്നു. പിന്നെ ഇതിലിപ്പോ എന്താ, ഒക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, കോമ്പോസിഷൻ ടാക്സ് പെയർ, എന്താ പറയാ, രജിസ്ട്രേഷന്റെ കാര്യത്തിൽ 24 കമ്പൽസറി രജിസ്ട്രേഷൻ, 22 രജിസ്ട്രേഷന്റെ ലിമിറ്റ് വെച്ചിട്ടുള്ളത്. പിന്നെ ഐഡന്റിഫിക്കേഷൻ നമ്പർ, GST ഐഡന്റിഫിക്കേഷൻ നമ്പർ, ടൈം ഓഫ് സപ്ലൈ, പ്ലേസ് ഓഫ് സപ്ലൈ, വാല്യൂ ഓഫ് സപ്ലൈ. പിന്നെന്താ, ഇമ്പോർട്ടിന്റെ കേസിൽ അത് ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യാന്നുള്ളത്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്താന്നുള്ളത് നമ്മൾ പറഞ്ഞാണ്, അതിന്റെ പ്രോബ്ലം ഒക്കെ ചെയ്താണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എങ്ങനെ എടുക്കുക എന്നുള്ളത്. ഇന്റർവ്യൂ വരുമ്പത്തിൽ ചെറിയ മാറ്റം ഉണ്ടാവും കേട്ടോ, നമുക്ക് അത് അവിടെ പഠിക്കാം. ഓക്കെ, നിങ്ങൾക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല, ജസ്റ്റ് ഈ ടെസ്റ്റിലത്തെ പഠിച്ചാൽ മതി. ഇനി നിങ്ങൾ കറക്റ്റ് ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പൊ തന്നെ ആൻസർ കിട്ടില്ലേ? ആക്ച്വലി തെറ്റുണ്ടെങ്കിൽ അപ്പൊ തന്നെ കറക്റ്റ് ആൻസർ കിട്ടില്ലേ? നമ്മുടെ ടെസ്റ്റിലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഏരിയ ഡൗട്ട് വരികയാണെങ്കിൽ ചോദിക്കണം കേട്ടോ. ഏതെങ്കിലും ഏരിയ തെറ്റായിട്ട് അതിൽ വന്നിട്ടുണ്ടെങ്കിലും. ഓക്കെ, പിന്നെ ഇത് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ, ക്യാഷ് ലെഡ്ജർ, ലയബിലിറ്റി ലെഡ്ജർ, യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ, റിട്ടേൺസ്, കസ്റ്റംസ് ലോ, കസ്റ്റംസിന്റെ കാര്യങ്ങൾ പറഞ്ഞു. എന്തിനാണ് കസ്റ്റംസ്, ബാഗേജ്, കസ്റ്റംസ് ഏരിയ, കസ്റ്റംസ് സ്റ്റേഷൻ, എക്സ്പോർട്ട്, ഇമ്പോർട്ട്, ടാക്സബിൾ ഇവന്റ് ഏതാണ്, ഇമ്പോർട്ട് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും, എക്സ്പോർട്ട് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും, എപ്പോൾ അവസാനിക്കും എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി എന്താണെന്ന് പറഞ്ഞു. എഡ്യൂക്കേഷൻ സെസ് എത്രയാന്ന് പറഞ്ഞു. സെക്കൻഡറി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ സെസ് 1% പഠിച്ചു. ഓക്കെ, പിന്നെ ഏതാ, GST കോമ്പൻസേഷൻ സെസ്, NCCD ഒരു എക്സൈസ് ഡ്യൂട്ടി ആണെന്ന് മനസ്സിലാക്കാം. സേഫ് ഗാർഡ് ഡ്യൂട്ടി നമ്മളെ ഡൊമസ്റ്റിക് ആൾക്കാരെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ അമിതമായി ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഡെവലപ്പിംഗ് കൺട്രിയുടെ കയ്യിൽ നിന്ന് എത്ര ശതമാനമായിരുന്നടാ? ഡെവലപ്പിംഗ് കൺട്രീസിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്നത് എത്ര ശതമാനമായിരുന്നു? അതിനൊരു ലിമിറ്റ് ഇല്ലായിരുന്നോ? അല്ലേ, നമ്മൾ ടെസ്റ്റിൽ ഇല്ലായിരുന്നോ? എത്ര ശതമാനമായിരുന്നു?
ഡെവലപ്പിംഗ് കൺട്രി ഇമ്പോർട്ട് ചെയ്യേണ്ട ഒരു ലിമിറ്റ്, ടോട്ടൽ ഇമ്പോർട്ട്. എത്ര ശതമാനമായിരുന്നു? ഓർമ്മല്ല? 3% അല്ലേ? 3%. അഗ്രിഗേറ്റ് 9%. എവിടെയും കേട്ടിട്ടുണ്ടോ? ഞാൻ അന്ന് പറഞ്ഞില്ലായിരുന്നല്ലോ, നമ്മൾ ഒരു പുറത്തുനിന്ന് ഒരു രാജ്യത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, അത് ഡെവലപ്പിംഗ് കൺട്രി ആണെങ്കിൽ അവിടുന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത് 3%-ന് മുകളിലാണെങ്കിൽ അവിടെ നമ്മൾ സേഫ് ഗാർഡ് ഡ്യൂട്ടി അടയ്ക്കണം. അല്ല എങ്കിൽ അഗ്രിഗേറ്റ് മൊത്തം ഈ 3%-ന് മുകളിൽ ഇല്ലാത്ത എല്ലാവരുടെയും കൂടെ അഗ്രിഗേറ്റ് 9%-ൽ കൂടുകയാണെങ്കിൽ എല്ലാവർക്കും സേഫ് ഗാർഡ് ഡ്യൂട്ടി അപ്ലിക്കബിൾ ആണെന്ന് പറഞ്ഞിട്ടൊരു സാധനം പഠിച്ചിരുന്നു. ഓക്കെ, പിന്നെ വാല്യുവേഷൻ പഠിച്ചു. ട്രാൻസാക്ഷൻ വാല്യൂ എന്താന്ന് പറഞ്ഞു. എപ്പോഴാണ് ട്രാൻസാക്ഷൻ വാല്യൂ റിജക്ട് ചെയ്യാന്ന് പറഞ്ഞു. ബയർ സെല്ലർ റിലേറ്റഡ് ആകുമ്പോൾ പ്രൈസ് ഇസ് നോട്ട് സോൾ കൺസിഡറേഷൻ ആ കാര്യം. പിന്നെ ഇമ്പോർട്ട് പ്രൊസീജിയർ പറഞ്ഞു. അത് ഇമ്പോർട്ട് റിപ്പോർട്ട്, എൻട്രി ഇൻവേർഡ്, ഹോം കൺസംഷൻ, ക്ലിയറൻസ്, സെൽഫ് അസസ്മെന്റ്, ഡിമറേജ്, എക്സ്പോർട്ട് പ്രൊസീജിയർ എല്ലാം ഒന്നും കൂടെ വായിച്ചു നോക്കിയാണ്. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾക്കായിട്ട് ഞാൻ ഏതെങ്കിലും ഏരിയ ഇനി പറയേണ്ടതായിട്ടുണ്ടെങ്കിൽ പറയും കേട്ടോ. ഇല്ലെങ്കിൽ നിർത്താം. ഏതെങ്കിലും ഏരിയ ഇനി പറയേണ്ടതായിട്ടുണ്ടോ? ഇത് ചുമ്മാ പോയി അങ്ങ് എഴുതണം. പരീക്ഷ സിമ്പിൾ ആണ്. ഞാൻ ഈ തന്നതിൽ നിങ്ങൾ കാണാത്ത കുറെ ക്വസ്റ്റ്യൻ ഉണ്ട്. അത് മുമ്പത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ കേസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞാട്ടോ. ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഒന്നും ടെസ്റ്റിൽ ഇല്ലാത്ത ഏരിയ ആണ്. ഫുൾ ടെസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്, വേണമെങ്കിൽ നോക്കാം. ഓക്കെ, അപ്പൊ ടെൻഷൻ ഫ്രീ ആയിട്ട് കൂളായിട്ട് പോവാ. പരീക്ഷ ചുമ്മാ അങ്ങ് തകർക്കുക ഈ സ്റ്റേറ്റ്. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യനും ഈ ഒരു ലെവലിലേ വരുള്ളൂ. എന്താ പറയാ, നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുള്ള പരിചയമുള്ള എല്ലാ സാധനവും നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവും ഒരുവിധമൊക്കെ. ഇൻകം ടാക്സ് എന്നും കുറച്ച് പ്രതീക്ഷിക്കാം. കൂടുതലും നമ്മളെ ഏരിയ ആയിരിക്കും. ഇൻകം ടാക്സ് കുറച്ച് കുറവായിരിക്കും, എന്നാലും ഉണ്ടാവും. സാധാരണത്തെ ടെൻഡൻസി അങ്ങനെയാണ്. പിന്നെ എപ്പോ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും മറിക്കാലോ, അല്ലെ? ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കയ്യിലല്ലേ. നോർമലി ഇങ്ങനെയാണെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഒന്നുമില്ലല്ലോ, ഡൗട്ട് ഒന്നുമില്ലല്ലോ, ഒരു കാര്യം പറയേണ്ടതില്ലല്ലോ. ഫുൾ ക്ലിയർ ആണോ? നിങ്ങൾ ഇന്നലെ ചെയ്തപ്പോഴുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയായിരുന്നു? ഓർമ്മ ഉള്ളതൊന്ന് പറയുമോ? ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു? മോക്ക് ടെസ്റ്റിലെ മോക്ക് ടെസ്റ്റിനൊരു രജിസ്ട്രേഷൻ നമ്പർ വന്നിട്ടുണ്ടാവും. നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും അതേപോലെ ഡേറ്റ് ഓഫ് ബർത്തും പിന്നെ ഒരു പാസ് കീ വന്നിട്ടുണ്ടാവില്ലേ? പാസ് കീ കിട്ടാത്ത ആൾക്കാരൊന്നും ഇല്ലല്ലോ? പാസ് കീ കിട്ടാത്തുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ബന്ധപ്പെടണം കേട്ടോ. ആ നമ്പറിൽ മെയിൽ ഐ ഡിയിലാണ് പാസ് കീ വരിക. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പറയണം, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറഞ്ഞാൽ മതി. എല്ലാവർക്കും പാസ് കീ കിട്ടി എഴുതിയതല്ലേ? നിർത്താം. ഒന്നിനും ഒരു മറുപടി ഇല്ലല്ലോ, എന്ത് പറ്റി? പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് ഒന്നും ഓർമ്മയില്ല അല്ലെ?
അതന്നെയാണോ പ്രശ്നം? അപ്പൊ ഓക്കെ, എക്സാം ചുമ്മാ തകർക്കുക. ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും ഉഷാറാക്കുക. ഓക്കെ. ഓക്കെ.